വിശ്വാസ കാര്യങ്ങൾ ഇനി അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി ആചാരങ്ങളിലേക്ക് എടുത്തു പരിശോധിച്ചോളൂ. ആചാരങ്ങൾ പൂർവിക മുസ്ലിമീങ്ങൾ പഠിപ്പിച്ച കർമ്മങ്ങൾ മുജാഹിദ് ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് വെട്ടിമാറ്റി. നമുക്കറിയാം മുസ്ലിം പാരമ്പര്യം എങ്ങനെയാണ്. വെള്ളിയാഴ്ചകളിൽ നിർവഹിക്കുന്ന ജുമുഅയുടെ ഖുത്ബ അറബി ഭാഷയിൽ നിർവഹിക്കണമെന്നാണെന്ന് നമുക്കറിയാം. ലോകത്ത് മുസ്ലിമീങ്ങൾ എല്ലാവരും ചെയ്തത് അങ്ങനെയാണ്. 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച നേതാവ് KM മൗലവിയാണ്. KM മൗലവിയുടെ അൽ ഇർഷാദ് മാസികയിൽ പഠിപ്പിക്കുന്ന ഫത്വ എന്താ? വലാകിൻ ഹാഹുനാ ശൈഉൻ ആഖർ യംബഗി ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാ ലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബത്തി വത്താബിഈന വതാബിഈഹിം കാനൂ ഫീ ബിലാദിൽ അജമി ഹീനമാ യഖ്തുബൂന അൽ ഖുതബ അൽ മശ്റൂഅത യദ്കുറൂന തവാബിയ ബിലുഗത്തി അഹ്ലിൽ ബിലാദി വയുതർജിമൂന അൽ അദ്കാര ബിഹാ അഖിബ ദിക്രിഹാ ബിൽ അറബിയ്യ. KM മൗലവിയുടെ അറബിയിലുള്ള ഫത്വയിൽ പറയുന്നു, മുസ്ലിമീങ്ങൾ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, പൂർവീകർ ആരും ഖുത്ബ അറബി അല്ലാതെ നിർവഹിച്ചിട്ടില്ല. മുജാഹിദ് കേരളത്തിൽ മലയാളത്തിൽ അതിന്റെ അല്പം തിരുത്തലോടെയാണെങ്കിലും അതിന്റെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. സ്വഹാബികളോ താബിഉകളോ ആരും ചെയ്തിട്ടില്ല. പക്ഷെ മുസ്ലിം മുജാഹിദ് പറഞ്ഞു, അതൊന്നും ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ തന്നെ പരിഭാഷപ്പെടുത്തി പ്രസംഗിക്കണം. പരിഭാഷ അല്ല, പ്രസംഗിക്കന്നെ. മലയാളത്തിൽ അണ്ടിയുടെ വിലയെന്ത്, രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്, UP-യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആ കാറ്റ് നമ്മളെ കേരളത്തിൽ എങ്ങനെ അടിച്ചു വീശും എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് പ്രൗഢമായ പ്രസംഗങ്ങൾ അങ്ങനെ നടത്തി. എന്ത് പറഞ്ഞു? നിങ്ങൾ ആ പഴയ നബാത്തി ഖുതുബയും അറബിയിലുള്ള ആ ഖുതുബയൊക്കെ ആർക്ക് വേണം? ഈ പ്രൗഢ പ്രഭാഷണം കേൾക്കാൻ ജനങ്ങൾ, യുവാക്കൾ തടിച്ചുകൂടും എന്ന ആവേശത്തോടെ പറഞ്ഞു. അന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ തൽക്കാല ആവേശം മുന്നിൽ കണ്ട് പറയണ്ട, ഇത് ഇസ്ലാമല്ല, ഇത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, ഇസ്ലാം പഠിപ്പിച്ച ഖുത്ബയല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ മുജാഹിദ് ഏശിയില്ല. ഇപ്പോഴോ 50 കൊല്ലം കഴിഞ്ഞപ്പോ മുജാഹിദ് കൂട്ടിപ്പിടിച്ച് കരയാണ്. ഇപ്പോ കേട്ടില്ല നിങ്ങൾ? മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി അനുയായികളെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയാണ്. അവരുടെ ഖുത്ബന്റെ കഥ പറയുകയാണ്, കേട്ടോളൂ നിങ്ങൾ. എന്താ മൂപ്പര് പറയുന്നു? ഇന്ന് നമ്മളെ മുജാഹിദ് പള്ളിയിൽ ഖതീബ് മിമ്പറിൽ കയറുമ്പോ വയസ്സന്നായന്റെ തൊള്ളിക്ക് നോക്കിയ മാതിരിയാണ്. വയസ്സന്നായന്റെ തൊള്ളിയിൽ അവിടെ ഓരോ പല്ലുണ്ടാകും എന്ന മാതിരി ഖതീബ് മിമ്പറിൽ കയറുമ്പോ മുജാഹിദ് പള്ളിയിൽ അവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, രണ്ടാൾ, ഇങ്ങനെ വളരെ കുറവാണ്. നമ്മളെ കാര്യം വളരെ കഷ്ടാകുന്നു. കേട്ടോളൂ, മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി എന്നെ മുജാഹിദുകളോട് പറയുന്നതൊന്ന് കേട്ടോളൂ നിങ്ങൾ. നിങ്ങൾ നോക്ക്, ജുമുഅന്റെ കാര്യം. ജുമുഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തുകൊടുത്ത കൂലി, പശുവിന് അറുത്തുകൊടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുത്ബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളിക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ, ഇവിടെ ഒരാൾ, 2 ആൾ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുത്ബ പകുതിയായി, ഖുത്ബ തീരാ 2ാം ഖുത്ബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? ഒരു കാര്യമില്ല, ഉറപ്പല്ലേ? കാരണം മുജാഹിദുകൾക്ക് തന്നെ ഇത് മടുത്തു. ഈ അണ്ടി ഖുത്ബ, ഈ തറ ഖുത്ബ ജനങ്ങൾക്ക് മടുത്തു. അവരും വരാൻ വൈകാൻ തുടങ്ങി. പിന്നെ ആകെ 4 ആള്, വയസ്സന്നായിന്റെ തൊള്ളയിലുള്ള 4 പല്ല് പോലത്തെ ആളുകളാ വന്നിരിക്കുന്നത്. എന്നാ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ കേൾക്കണോ നിങ്ങൾക്ക്? മൂപ്പര് പറയാ, മുജാഹിദീന്റെ ഈ വന്നിരിക്കുന്ന ആളുകളെന്ന് ഖതീബ് ഖുത്ബ കേൾക്കാൻ വന്നിരുന്ന പോലെ അവസ്ഥ എന്താ അത്രേ? ഞമ്മക്കിപ്പോ ഈ കള്ളി അറിയില്ലല്ലോ, കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാ. മൂപ്പര് പറയാ, ഇരുന്നാ തുടങ്ങുത്തര വന്നേക്ക് തുടങ്ങും, ഉറങ്ങാനായിട്ട് വരിക, ഊർക്കം വലിച്ചു ഉറങ്ങുന്നു എന്ന് മാത്രല്ല, ഇവരുടെ ഉറക്കമില്ലാതെയാക്കാൻ ഹൗള് കൊണ്ടുപോയിടേണ്ടി വരും. പടച്ചോനെ തമ്പുരാന്. അപ്പൊ എന്താ അവിടെ നടക്കുന്നത്? ഞാൻ പറയല്ല, കേട്ടോളൂ, അയാൾ പറയട്ടെ, ഒഴിച്ചു കൊടുക്കുക, അയാൾ പറയട്ടെ. കാര്യം വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വരില്ല, ഇങ്ങനെ എത്തിയിരിക്കും. ഇങ്ങനെ ഭയങ്കര ഉറക്കം നോക്കിക്കള്. പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ, ഇന്നെ മൗലവി കുത്തുബിയിൽ ഉണർത്തി, ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഇറങ്ങി ഏത് മൗലവി ആയാലും വേണ്ട, ആചാരായാലും വേണ്ട, ഞാൻ ഉണർത്തും. അതാ. അപ്പൊ എന്താ പോലെ മൂപ്പറ കുത്തുമ്പോ മൂപ്പര് ഉറങ്ങുന്ന ആളെ പിടിച്ച് ഉണർത്തുക, മിമ്പർ മുന്ന് ഇറങ്ങി വന്നിട്ട് ഉണർത്തുക, എന്നിട്ട് പിന്നെയും കാര്യം. അപ്പൊ എന്താ അവിടെ വല്ല കലാപരിപാടിയാണ് നടക്കണത്? കുത്തുമ്പല്ലേ? എന്താ ഈ കേൾക്കണത്? കേട്ടോളൂ, എന്നിട്ട് ആള് പറയട്ടെ. അത് ഖുത്ബനെ അവഹേളിക്കണല്ലേ? അത് മിമ്പർമ കയറിയവൻ ആരാകട്ടെ ജുമഅക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ? നമ്മൾ ആളുകൾ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. കാരണം ആളുകൾക്കും അറിയായി ഇത് കുത്തുബല്ല, ഇത് അണ്ടി കുത്തുബേന്, ഇത് വേറെന്തോ രാഷ്ട്രീയം പറയലാന്ന് ആളുകൾ മുജാഹിദുകളും മനസ്സിലാക്കി. ഈ ജാതി മതം കൊണ്ട്, ഈ ആശയം കൊണ്ട് ഒരു കാര്യമില്ല എന്ന് സാധാരണക്കാരായ മുജാഹിദുകൾക്കും തിരിയാൻ തുടങ്ങി. ഇനി മൂപ്പര് പറഞ്ഞത് കേട്ടോളുകൾ ബാക്കി. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുവരേണ്ടി, എന്നാലേ പിന്നെ മാറ്റുള്ളൂ.
അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും. ഉണർത്തിയാ പോലും ഉണരൂല, ഹൗല് കൊണ്ട് ഇട്ടെങ്കിലേ അത് നിർത്തുള്ളൂ പറഞ്ഞ. അപ്പൊ എന്തുറക്കാത് ഉറങ്ങാനായിട്ട് നേർച്ച നേർന്ന് വരേണ്ട മാതിരി ഉണ്ട്. ഇനി നിങ്ങൾക്കറിയോ മുജാഹിദ് പള്ളിയിൽ അപ്പൊ എന്താ കാരണം? മുജാഹിദിന്റെ ഖത്തീബുമാരുടെ അവസ്ഥ എന്താ? എൻട്രൻസ് തോറ്റോനാത്തര ഹുത്തുബക്ക് വരുന്നത്. എൻട്രൻസ് പറഞ്ഞാൽ നമ്മളെ MBBS എൻട്രൻസ് അല്ല ഈ പറയുന്നത്. പിന്നെന്താ, ഈ അഫ്ളൽ ഉലമക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. നമ്മളെ SSLCക്കൊക്കെ തുല്യമായ ഒരു ചെറിയ SSLC അതിലേറെ വിവരം ഉണ്ടാവും നമ്മൾ 7ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചോന്. അതും തോറ്റോലാണ് ഇത്ര എന്ത് ചെയ്യുന്നത് പല ഖത്തീബുമാരായിട്ട് വരുന്നത്. ഞാൻ പറയല്ല, അയാൾ പറയട്ടെ, വെച്ചുകൊടുക്കും. പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുതുബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെയെങ്കിലും തട്ടിമുട്ടിയ ഖത്തീബ് നമുക്കൊരു 100 റുപ്യക്ക് ഒക്കണ ഒരാളെ കിട്ടണം എന്നാ പറയാ. അവർക്കിത് നടന്നു പോയാൽ മതി. എങ്ങനെയെങ്കിലും ഒരു നല്ല ഖത്തീബ് വേണം, നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടുകാരെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് ഔട്ടാവും വേഗം. നേരെ മറിച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ അടിച്ചുകൂടും എല്ലാ മുജാഹിദീങ്ങളും ഇരുന്നിട്ട് ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കും. കാരണം ഒന്നും ഓലെ പറ്റിയൊന്നുമില്ല, ഒക്കെ നാട്ടുകാരെ പറ്റിയാണ്. മുജാഹിദ് മഹല്ലുകളിൽ നടക്കുന്ന അവസ്ഥയത് നിങ്ങൾ ഓർക്കണം. ഓലെ പറ്റി പറയാൻ പറ്റൂല. എന്നാ പിന്നെ എന്തിന് നിങ്ങൾ ഇതിന് ഞങ്ങൾ ഇതിന് പിരിഞ്ഞു പോയത്? അത് ഖുർആനും സുന്നത്തിന് ജീവിക്കുന്ന പതിപ്പുകളാകാൻ വേണ്ടിയല്ലേ നിങ്ങൾ പോയത്? എന്നിട്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് അവർ ചെയ്യുന്ന തെറ്റ് പറഞ്ഞാല് അത് പിരിച്ചു കൊടുത്തര ഖത്തീബിനെ. വല്ലാത്ത കഥ തന്നെ. ഇനി നിങ്ങൾക്കറിയോ, ഇയാള് പറയുന്നു മഹല്ലുകളിലുള്ള ജീർണതകൾ പറയാൻ മുജാഹിദുകൾ അയക്കുന്നില്ല. എന്നിട്ട് അവസാനം ഇയാൾ ചോദിക്കുക, ഇതിനും നല്ലത് ഞമ്മക്ക് നബാത്തി ഖുതുബന്നല്ലേ, നമ്മളെ പള്ളിയിൽ ഓതുന്ന അറബി ഖുതുബൈ അതന്നല്ലേ? കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ. സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ ഖുതുബ നടത്താൻ തുടങ്ങിയാൽ ഓൻ അവിടുന്ന് വേഗം ഔട്ടാവും. അത് ഹറാമാണ്, ഇത് തെറ്റാണ്, മറ്റത് പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇയാൾ കുറച്ച് തീവ്രവാദിയാണ്, ഇയാൾ ശരിയാവില്ല. നമുക്ക് കുസു അയാൾക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ നോക്കും. അയാളെ അനുജനെങ്ങനെ, അയാളെ പെങ്ങളെങ്ങനെ, അയാളെ മോനെങ്ങനെ, അയാളെ മോന്റെ തുണിയുണ്ടോ? എന്താ പ്രശ്നം? ഇയാള് നാട്ടിൽ കുത്തു പറഞ്ഞു എന്നുള്ളതാണ്. കുത്തുബ പറഞ്ഞു എന്റെ പെങ്ങൾക്കോ കുത്തു പറഞ്ഞു എന്റെ മോനോ അന്യനോ ഒന്നും ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ എടുത്ത് ഇവര് കുത്തിപ്പൊന്തിക്കും. എന്തിന്? ഇവിടെ കുത്തു പറഞ്ഞിന് വേറൊരു ആരാപ്പത്? മുജാഹിദീങ്ങളെ കാര്യം പറയണത്, നാട്ടുകാരെ കാര്യമല്ല. മുജാഹിദുകളുടെ കാര്യം, സുന്നികളുടെ കാര്യമല്ല. ഞങ്ങളും പറഞ്ഞത് മുജാഹിദുകളുടെ കാര്യം തന്നെയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, എന്താ ഇവർ ഈ പറയണത്? എന്നിട്ട് ഇയാൾ ചോദിക്കുന്നത് കേട്ടോളൂ, എന്താ ഞമ്മക്ക് ഇതിലും നല്ല നബാത്തി ഖുതുബല്ലേ വെച്ചു കൊടുക്കുന്നത്? നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ, വൃത്തികേടുകൾ, മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ ഓനോടെ ഖുതുബല്ല. പല പഴയ മുജാഹിദ് മഹല്ലിലെ സ്ഥിതി എന്താന്ന് നിങ്ങള്, മടവൂരിയും ജമാഅത്തും സുന്നിയും ഒക്കെ പാട അലയൻസാണ്. ആ ഐക്യം പളയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല. ഇപ്പൊ എനിക്ക് കോഴിക്കോട് ജില്ലയുടെ ജില്ലന്റെ അങ്ങേ ഭാഗം നാദാപുരം, കല്ലാച്ചി, വാണിമേല് അങ്ങനെയൊക്കെ കുറെ സ്ഥലമുണ്ട്, ചീക്കോന്ന് ആ ഭാഗത്തൊക്കെ ഞാൻ പറയില്ല, ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ. അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലായി മുജാഹിദ് പള്ളിയിലുണ്ടോ, എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുതുബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റും. അപ്പോൾ എല്ലാവരും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. ജമാഅത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും. നമ്മളൊക്കെ ലീഗല്ലേ? ചിലടത്തതാണ്, നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ? അപ്പൊ ലീഗും കോൺഗ്രസിനും MESലും MSSലും ഒക്കെ ഒന്നേക്കാരം. അപ്പൊ പലർക്കും പറ്റാത്തത് പറഞ്ഞാൽ ഓലൊന്നാകും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. എന്നിട്ട് ഖുതുബക്കെതിലും ഖത്തീബിനെതിലും തിരിയും. അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോയാൽ മതി വെള്ളിയാഴ്ച ഖുതുബ. ഇതിലും നല്ല നമുക്ക് നബാത്തി ഖുതുബ അല്ലേ കൂട്ടരെ? അതല്ലേ നമുക്ക് നല്ലത്. ഞങ്ങളും പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ് ഇതിൽ നല്ല നബാത്തിയാണ്. സഹോദരന്മാരുടെ ഇവരുടെ അവസ്ഥയാണിത്. ചോദ്യകർത്താക്കൾ ശൂന്യമായി കിടക്കുന്നു. ഉദ്ദേശിച്ച് ചോദിക്കാൻ വരുന്ന മുജാഹിദാടെ കുറ്റിക്കാട്ട് പ്രഭുത്വം പറയാൻ നിൽക്കണ, വേഗം വന്നോളി, ചോദിച്ചോളി, ഇത് റെഡിയാണ് ഞങ്ങൾ. അതിനിവിടെ എല്ലാ രേഖ റെക്കോർഡും ഉണ്ട്. ഞാൻ കുഴങ്ങിയാലും റഷീദ് സക്കാവി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ധൈര്യസമേതം എല്ലാവർക്കും കടന്നു വരാം. വാം വെൽക്കം, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇനി മുജാഹിദിന്റെ ഖുതുബയാണിത്. ഇനി നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചോദ്യകർത്താക്കളിന് അവസരം കൊടുക്കാൻ പോവാണ്. എന്താ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? പടച്ചോനെ, മുജാഹിദ് അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോയ മുജാഹിദുകൾക്ക് ഇപ്പൊ എന്താണെന്നറിയ അവസ്ഥ? നേതാവ് പറയുന്നു മുജാഹിദുകൾക്ക് ഉളു എടുക്കാൻ പോലും അറിയില്ല. മുജാഹിദേ വരുവേ, അങ്ങനെ വരും. കാരണം സുന്നികളുടെ ആശയം ശരിയല്ല എന്ന് പറഞ്ഞ് പോയ കൂട്ടരാ. ഇപ്പൊ അവർക്ക് ഉളു എടുക്കാൻ കഴിയുന്നില്ല. മുജാഹിദിന്റെ അനുയായികൾ ഉളു എടുക്കുന്ന കോലത്തെ കുറിച്ച് ഇയാൾ പറയുന്നത് വെച്ചു കൊടുത്ത സക്കരിയ സലാഹി പറയട്ടെ. കേട്ടോളൂ. ഓതുണ്ടാക്കണ കോലം തന്നെ ഇപ്പൊ എന്താ? ഓതുണ്ടാക്കി വന്നാൽ പല സ്ഥലത്തും നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഹൗദിൽ ഇങ്ങനെ
ഇങ്ങനെ ഇവിടെ ഒന്നും നനഞ്ഞുണ്ടാവില്ല. ഇനി 3 വട്ടം നിറഞ്ഞുണ്ടോ പൈപ്പിന്റെ ഓട്ടില് ഭർത്താൻ എങ്ങനെ പറയണ്ടാവും, ഇതിപ്പോ എത്ര വട്ടാ, ഇതിപ്പോ എത്ര വട്ടാ, ഇത് 3 വട്ടായ അങ്ങനെയെങ്കിലും കൈകണം എന്ന് പറഞ്ഞാ പോരെ റസൂലിന്. കാലികൽ എങ്ങനെ ഒന്നായിട്ട് വെള്ളം കിട്ട് മണ്ണ് ചവിട്ടിക്കൊണ്ടായി മുജാഹിദിന്റെ കഴിഞ്ഞ് വലത്തേ കാല് ചെയ്യുക, ഇടത്തേ കാല് ചെയ്യുക, ഇടത് കൈ കൊണ്ട് പിടിച്ച് ഇതൊന്നുമില്ല. വളുവിന്റെ കാര്യമൊക്കെ വളരെ അബദ്ധമാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതെന്നെ പറയാം, ഒരു ദിവസം വേറെ വേണ്ടി. ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് മാത്രം പറയാം, അത്ര ദിവസം വേണ്ടിയിരുന്നറിയോ സഹോദരന്മാരെ. വേറെ ശരിക്കറിയില്ല. ഇനിയോ ഇനി മുജാഹിദ് ഉളുവൊക്കെ എടുത്ത് നിസ്കരിക്കാൻ നിന്നാലുള്ള അവസ്ഥ എന്താ കേട്ടോളൂ. നിസ്കരിക്കാൻ നിന്നാലുള്ള അവസ്ഥയാണ് അതിലേറെ സങ്കടം. അതെന്താ, മുജാഹിദിന്റെ ആൾക്കാർ നിസ്കരിക്കാൻ നിന്ന കാലുമ ചവിട്ടുക അത്ര. എന്താ ഈ പറഞ്ഞത്? കുട്ടികളുണ്ട് നമ്മൾ ഈ 5 വയസ്സ് 4 വയസ്സായ കുട്ടികൾ നിൽക്കാൻ കൊണ്ടുപോകുമ്പോഴല്ലോ നിൽക്കാരത്തിൻ്റെ കാലും അവിടെ ചവിട്ടും, അപ്പൊ കുട്ടി ഇങ്ങോട്ട് വലിച്ചു, മറ്റോ അങ്ങോട്ട് ചവിട്ടും. ഇങ്ങനെ ഇത് ഒന്നിനകത്ത് പോകുന്ന മൗലവിമാര് പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പ്, മടവൂർ ഗ്രൂപ്പ്, മൗലവി ഗ്രൂപ്പ്. ആകെ മൊത്തം 5 ഗ്രൂപ്പാണ്. അതിൽ പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പാണ് മടവൂർ ഗ്രൂപ്പ്, മൗലവി ഗ്രൂപ്പ്. അവര് തമ്മിൽ ഒരു മൗലവി ഒരു ഗ്രൂപ്പ് പറഞ്ഞ് നിസ്കരിക്കുമ്പോൾ കാലും ഇങ്ങനെ വെക്കണം, മറ്റേ കൂട്ടർ ഇങ്ങനെ വെക്കണം. അപ്പൊ ഇങ്ങനെ വെക്കുന്ന ആൾക്കാരുടെ മേലിൽ മറ്റെങ്ങനെ വെക്കണം ചവിട്ടും. അപ്പൊ ഇയാൾ വലിച്ചു, അപ്പൊ ഇയാൾ മൂത്ത് നോക്കും, അപ്പൊ ഇയാൾ അതീസിലുണ്ടോ, അപ്പൊ ഇയാൾ ഇങ്ങനെ വെക്കണം അതീസിലുണ്ടോ. നിസ്കാരത്തിലേ ഞാൻ പറയണില്ല, സക്കരിയന്നെ പറയട്ടെ കേട്ടോളൂ. എന്താ ബല നിസ്കാരം വെച്ചുകൊടുക്ക്. അപ്പോ ബുദ്ധി കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കണം മുജാഹിദ് പറയാണ്. അപ്പൊ കാലിങ്ങനെ അയച്ചാൽ അതിന്റെ അടിയിൽ ചെയ്താൽ നിൽക്കൂലേ? എങ്ങനെയുണ്ട്? അതാണ് ബുദ്ധി കൊണ്ട് ദീനുണ്ടാക്കണം. അബ്ദുസലാം സുല്ലമി എഴുതി സൊഫ് അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം 2 ആളുകൾക്കിടയിൽ വേറെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാകരുത് എന്നാണ്. വലിയ ഏഷ്യയിലെ മുഹദ്ദിസ എഴുതണത്. പിന്നെ ജനങ്ങൾ നന്നാവോ? ഇപ്പോഴും നമ്മളെ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട് മടവൂരി അല്ലാന്ന് മാത്രമേ ഉള്ളൂ. സംഘടന പിളർന്നപ്പോ ബൈനഹുമ കളിച്ചിട്ട് അവസാനം തൂക്കം കിട്ടാൻ നടപ്പത്തിലുന്നതാ. എന്തിനാ ഓതിലുന്നത് ഓനെന്നെ അറിയില്ല. എന്തിച്ച് മടവൂരിന്റെ ഒപ്പം പോകാൻ അതും അറിയില്ല. അങ്ങനെ എന്നിട്ടോ മനസ്സ് മുഴുവൻ മടവൂരിസാണ്, മനസ്സ് തലയിൽ മുഴുവൻ മടവൂരിസാണ്. കേരളമിന്റെ ഒപ്പം എന്ന് പറയും ചെയ്യും. നോക്കണങ്ങൾ എത്ര സഫ് നിൽക്കുന്ന കാര്യം മാത്രം തൂക്കിയാൽ മതി. ഈ മടവൂരിടത്ത് നിൽക്കാൻ തന്നെ പ്രയാസ. കാരണം നമ്മൾ കാലം കച്ചവനെ കാല് വിൽക്കും. ചിലപ്പോ നിങ്ങൾ നോക്കൊരു നോട്ടം, കാലടുപ്പിച്ചു വെക്കണം. മാത്രല്ല കഥമിനോട് ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ പാദം ഒട്ടണമെങ്കിൽ എങ്ങനെ? സാധാരണ നമ്മളെ കാലിങ്ങനെ ചെരിഞ്ഞാ നിൽക്കുക അല്ലേ? ആ ചെരിഞ്ഞ കാലൊന്ന് ഇങ്ങോട്ടാക്കണം, ഒന്ന് ഖിബിലൊക്കെ നേരെയാക്കണം. അപ്പോഴേ നെരിയാണി തമ്മിൽ മുട്ടുള്ളൂ. നെരിയാണി മുട്ടേ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ നിൽക്കണം. നിന്നേരം ഓ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ, ഓന്റെ കാലിങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ അടുപ്പിക്കാൻ തന്നെ ഓന്റെ വിരലുമ്മ ചവിട്ടും. വിരലുമ്മ ചവിട്ടുന്ന ഹദീസിലുണ്ടോ? ഇങ്ങനെ നിൽക്കണം ഹദീസിലുണ്ടോ? 2 ഭാഗത്തേക്കും കാല് വെക്കണം. ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലേ? എന്താ നോക്കികള്, മുജാഹിദിന്റെ നിസ്കാരാണിത്. ഇനി നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, ഇനി നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെന്താ പരിപാടി? ഇയാള് പറയാം മുജാഹിദിന്റെ നിസ്കാരം പറയണത് അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് തെറിച്ചു പോയി ഞങ്ങൾ ഖുർആനും സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളാണ് എന്ന് പറഞ്ഞ കൂട്ടര നിസ്കാരം പറയുന്നത്. എന്താ സക്കരിയ പറയാ മുജാഹിദിന്റെ നിസ്കാരം എന്താ? മൂത്രം കുടിച്ചമാതിരി മേലിട്ട് എല്ലാവരും നോക്കല്. ഞാൻ പറയല്ല, അയാളെ കൊണ്ട് പറയിപ്പിച്ചാ വെച്ചുകൊടുക്ക്, ആള് പറയട്ടെ. ഇനി നിസ്കരിക്കാനാണ് നിന്നാലോ? 35 കൊല്ലായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്ന നിൽക്കാരം നോക്കണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ വേപ്പിട്ട് നോക്കിയിട്ട് മൂത്രം കുടിച്ചാൽ ഇങ്ങനെയൊക്കെ അതല്ലേ പറഞ്ഞത്. അങ്ങനെ നിൽക്ക്. കാരണം ഇതൊക്കെ സുന്നി അന്ന് പറഞ്ഞിങ്ങനെ കുട്ടികളെ ഇത് ശരിയല്ല, നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, ഖുർആനും സുന്നത്തും അറിയില്ല. ഞങ്ങൾ ഖുർആനും സുന്നത്തിന്റെ ജീവിക്കുന്ന പതിപ്പുകളാണെന്ന് കഴിഞ്ഞു പോയ ആൾക്കാർ ഇപ്പൊ മൂത്രം കുടിച്ച മാതിരിയാ നിൽക്കിരിക്കണത്. പറയട്ടെ, അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിൽക്കുക. ശരിക്ക് ലെവലായി നിന്നിട്ട് നട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. ഇനി നിസ്കാരത്തിൽ കൈ കെട്ടുക. അതെങ്ങനെ? മുജാഹിദ് ഇസ്ലാമിൽ കൈ കെട്ടുന്നതിന് നിയമമുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് പൊക്കളിന്റെ താഴെയും നെഞ്ചിന്റെ താഴെയും പൊക്കളിന്റെ മീതയുമായിട്ട് കെട്ടണം. ഹനഫി മദ്ഹബാണെങ്കിൽ പൊക്കളിന് താഴെ. ഇതാണ് കൈ കെട്ടുന്നതിന്റെ ഇസ്ലാമിക മാനം. സഹോദരന്മാരെ, എന്നാല് മുജാഹിദ് പറയുന്നത് കൈ നെഞ്ചത്ത് കൈവെക്കണം എന്നാണ്. മുസ്ലിം സമുദായത്തിലെ ഇജ്മാഇന് എതിരാണത് എന്ന് അബൂദാവൂദിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ബദറുൽ മജൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അതിനുവേണ്ടി മുജാഹിദുകൾ സുന്നികളോട് വാദപ്രതിവാദം നടത്തി. എന്നിട്ട് പറഞ്ഞു കൈ ഇവിടെ തന്നെ കെട്ടണം. എന്നാ നമ്മക്കെന്താ മുജാഹിദ് ഇങ്ങനെ കെട്ടിയ നമ്മക്കൊരു ആശ്വാസം. കാരണം ഓനെ തുടരാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. 10 കഴിക്കണം, ഏതാ ജാതി നോക്കണ്ട. അങ്ങനെ ചോദിച്ചത് മനസ്സിലായി, ഇത് അപകടമാണ്, ശ്രദ്ധിക്കണം, എന്നെ തുടരണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ശരി, പക്ഷേ മുജാഹിദുകൾ ഇത് കുറെ കാലമൊക്കെ പറഞ്ഞു. അനുയായികൾക്ക് നമ്മളെ പ്രബോധന പ്രവർത്തനം നല്ലോണം ഫലിച്ചു. നമ്മൾ പറഞ്ഞു ഇത് ഇസ്ലാമിൽ ഇല്ല, ഇത് ഇജ്മാഇനെതിരാണ്. മുസ്ലിം
ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായത്തിന് എതിരാണ് എന്ന് പറഞ്ഞു. അത് അനുയായികൾക്ക് മനസ്സിലായി. അനുയായികൾ എന്ത് ചെയ്തു? കൈപ്പ പടയാണ് വെക്കണത്. അപ്പൊ ഇയാൾ അതിൽ സങ്കടപ്പെടുക, എന്താ ഇപ്പൊ നമ്മളെ അവസ്ഥ, നമ്മൾ വാദപ്രതിവാദം ചെയ്ത വിഷയമാണ്, ഇപ്പൊ എവിടെ എത്തി നമ്മളെ കൈ? കേട്ടോളൂ അയാൾ പറയുന്നത്. കയ്യെട്ടലുണ്ട, കയ്യെട്ടിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളി ഇങ്ങനെ പോയി നോക്കിയാ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പോന്ന് അല്ലേ? എന്താ എത്ര ഗൗരവമുള്ള വിഷയ. നിസ്കരിക്കാൻ വന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഓരോ വലിയ കേന്നന്മാരും ISMമാരും ഒക്കെ ആയിരിക്കും, അവിടുത്തെ വലിയ നേതാക്കന്മാരെയൊക്കെ കാട്ടിനായിരിക്കും. പിന്നെ ഇപ്പൊ MSMമാരെ കാര്യം പറയാണ്ടോ? സാധാരണ ഇന്ന് മറ്റുള്ളവരെ പറ്റി ഇവിടെ ഭർത്താനല്ല, നമ്മളെ പറ്റി എന്നത്തെ ഓർത്താനും പറയാനില്ല. ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലായി, കാരണം ഇത് ശരിയല്ല. മുജാഹിദുകൾ വരെ ഈ ആശയം വിട്ടൂന്നേ, ഇവിടുന്ന് വിട്ടു പോന്ന് ഇവിടെ എത്തിക്കണ്. അങ്ങനെ വരട്ടെ സഹോദരന്മാരെ. ഇനി നിങ്ങൾക്കറിയോ, ഒന്നുകൂടി ഞാൻ പറയാ, നിസ്കരിക്കാൻ നിന്ന് തുടങ്ങാൻ എന്താ പരിപാടി? മുജാഹിദിന്റെ നേതാവ് പറയുന്നു, അവൻ മുജാഹിദുകൾ നിസ്കാരത്തിലാണ് പ്രവേശിച്ച് കഴിഞ്ഞാൽ കോട്ടായിടുത്തരെ നായ ഓരിടണ മാതിരി കോട്ടായിടാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നു. കേട്ടോളൂ. നമ്മളെ ആളുകള് അതുവരെ ഒരു കോട്ട നിസ്കരിക്കാൻ ഇങ്ങനെ മുജാഹിദിന്റെ ആൾക്കാരെ നിസ്കാരാണ് ഇപ്പൊ പറഞ്ഞത്. പറയാം, ഒരു റക്കായത്തിന് 3 കോട്ട നോക്കൊണ്ടുകള് നമ്മളെ ചില ആളുകള്. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയം. അത് ശൈത്താനാണ്. ശൈത്താൻ നിങ്ങളെ നിസ്കാരം പേപ്പിക്കാൻ. മുജാഹിദിന്റെ ആളുകൾ 3 വട്ടെങ്കിലും നായ ഓരിടുന്ന മാതിരി കോട്ടായിടുന്നു. മുജാഹിദ് ഖുർആൻ സുന്നത്ത് അനുസരിച്ച് പഠിപ്പിച്ച നിസ്കാരത്തിന്റെ കോലാണിത്. സഹോദരന്മാരെ, ഇതൊക്കെ പറയണം. എത്രയാണ് ഇത് പറയാനുള്ളത്? ഇനി നിങ്ങൾക്കറിയോ, മുജാഹിദിന്റെ നേതാവ് ഖുതുബ മലയാളത്തിലാക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ മുജാഹിദ് പുതിയൊരു കണ്ടുപിടുത്തുണ്ട്. ഒരാൾ ചോദ്യകർത്താവ് എത്തിയിട്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ? നിസ്കാരം മലയാളത്തിലാക്കാൻ പറ്റുമോ? നിസ്കാരത്തിൽ മലയാളത്തിൽ ദുആ എടുക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. അപ്പൊ ഇയാളെ മറുപടി എന്താ? നിസ്കാരത്തിൽ പൊതുവെ അറബിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്, എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ മലയാളത്തിലൊക്കെ ആവാം. ആദ്യം സുന്നത്ത്, ആദ്യം സുജൂദ്, പിന്നെ സുന്നത്ത്, പിന്നെ അങ്ങനെയാണ് പോവാണ്. ഇതാ കേട്ടോളൂ സക്കരിയ സലാഹിയോട് ചോദ്യം. നമസ്കാരത്തിൽ പ്രാർത്ഥന അറബിയിൽ അറിയാത്തവർക്ക് മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും അല്ലാഹു സ്വീകരിക്കുകയില്ലേ? അറബിയിലാണ് നിസ്കാരത്തിന്റെ മുഴുവൻ പ്രാർത്ഥനകളും വേണ്ടത്. അറബി എപ്പോ മുസ്ലിം ആയ ഒരാൾ അറബി പഠിച്ചിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മാത്രം പഠിച്ചാൽ അത് മാത്രം ചെല്ല. എന്നാൽ അയാൾ പഠിക്കണം, നിസ്കാരത്തിലേതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. പിന്നെ സുജൂദിൽ, നമസ്കാരത്തിൽ തന്നെ അറബി അല്ലാത്ത ഭാഷയിൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കാമോ എന്ന ചോദ്യത്തിന് ചില പണ്ഡിതന്മാർ പറ്റും എന്ന അനുവാദം കൊടുത്തിട്ടുണ്ട്. ചില പണ്ഡിതർ, ഒന്ന് സക്കരിയ സലാഹി, ഒന്ന് ബാലുശ്ശേരി, ബാലരൻ രാമനൊക്കെ മുസ്ലിമാന്ന് പറഞ്ഞ് ഓലാക്കണി ചില പണ്ഡിതന്മാർ മലയാളത്തിൽ സുജൂദിലൊക്കെ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ മുജാഹിദിന്റെ അവസ്ഥ. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കാണ്. ചോദ്യകർത്താക്കൾ വന്നതുകൊണ്ട് നിർത്തുന്നു. ലാസ്റ്റ് ഒന്നുകൂടി വെച്ചുകൊടുത്ത ലാസ്റ്റ് ഒരു കാര്യം മുജാഹിദിന്റെ നേതാവ് പറയാണെന്ത്? നമ്മളൊക്കെ നിസ്കാരം അള്ളാഹുവിന്റെ റസൂല് കണ്ടാല് അത് 25 വട്ടം മടക്കി നിസ്കരിപ്പിക്കേണ്ടി വരും എന്നാ മൂപ്പര് പറഞ്ഞത്. അത് മുജാഹിദ് ഉറപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മളെ സ്വഭാവം എന്താന്ന് വെച്ചാൽ മുമ്പ് പഠിച്ചതോട്ട് വിടൂല, പുതിയതൊന്നും പഠിക്കൂല. വളരെ മാർക്ക് 2 വർത്താനാണ് സക്കരിയ പറയുന്നത്. കേട്ടോളൂ അയാൾ പറയുന്നത്, വെച്ചുകൊടുത്ത. ഇന്ന് നമ്മളെ പല ആളി നിസ്കാരം അള്ളാന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കി ഉറപ്പല്ലേ? പഠിക്കുന്നുണ്ടോ? ഇല്ല. പഠിക്കണ പരിപാടി തന്നെ. പണ്ട് പഠിച്ച എന്തൊക്കെ ജഹാലത്തുണ്ടോ അതൊന്നോട്ട് മറക്കൂല, പുതിയതൊന്നോട്ട് പഠിക്കൂല. മുജാഹിദിന്റെ ശൈലിയ, പണ്ട് പഠിച്ച ജഹാലത്തൊന്നോട്ട് വിടൂല, പുതിയതൊന്നും പഠിക്കൂല. അവിടെയാണ് മുജാഹിദുകൾ ഉള്ളത്. അവിടെ നിസ്കാരത്തിന്റെ കഥ തന്നെ അങ്ങനെയാണ്. സഹോദരന്മാരെ, എല്ലാം സ്ത്രീകളും ജുമുഅം അതൊക്കെ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ചോദ്യകർത്താക്കൾ വന്നതുകൊണ്ട് ഇനി ചോദ്യം ഉത്തരവും ആരംഭിക്കുന്നു. അതിനുശേഷം സമയത്തിനനുസരിച്ച് ചെയ്യാം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ഇത് ബിദ്അത്ത്, ഞാനിത് പറഞ്ഞത് ഇസ്ലാമിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഈ കക്ഷികൾ. അതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ പെട്ടുപോകരുത് എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു സത്യമായ കാര്യങ്ങൾ സത്യമായി ഉൾക്കൊള്ളാനും അത് പ്രായോഗികമായി കൊണ്ടുവരുവാനുമുള്ള തൗഫീക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വിജ്ഞാന സദസ്സ് ചോദ്യകർത്താക്കളോട് പറയുന്നു. സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങൾക്കാണ് ഈ വേദി ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. സുന്നികൾ തമ്മിൽ തർക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. APEK തർക്കങ്ങളുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. മുജാഹിദുകൾ തമ്മിൽ സംഘടനാപരമായ തർക്കങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയിലുള്ള 2 ഗ്രൂപ്പുണ്ട്. അതൊന്നും ഇവിടെ ചോദിക്കാൻ പാടില്ല. അതിനു വേണ്ടി സംഘടിപ്പിച്ചതല്ല ഇത്. അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതൊരു വിജ്ഞാന സദസ്സാണ്. അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് അത്തരം ആദർശ
ആദർശപരമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കേണ്ടത്. അതിന് ഇൻഷാ അല്ലാഹ് പ്രമാണബദ്ധമായ മറുപടിയും ഉണ്ടാകും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. പണ്ഡിതന്മാർ ഒരുപാട് ഇവിടെ ഉണ്ട്. കെ അബ്ദുൽ ഉസ്താദ് ഉണ്ട്, ഇവിടെ റഷീദ് സക്കാഫി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അവരൊക്കെ ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ മറുപടി പറയും എന്നറിയിക്കുന്നു. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ ഇതുവരെ ഓരോ ക്ലാസ്സിനും വന്നിട്ടുണ്ട്, അതേമാതിരി പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് മനസ്സിലാകാത്ത ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഞാൻ ഒരിക്കലും മുജാഹിദിന്റെ ആശയം കൊണ്ട് നടക്കുന്ന ഒരാളല്ല. പക്ഷെ എനിക്കുള്ള സംശയം ഈ വേദിയിൽ നിന്നെങ്കിലും തീർക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ കയറിയിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇവിടെ ചോദ്യോത്തരത്തിനു വേണ്ടിയാണെങ്കിലും ഒന്ന് പറയാമെന്ന് കരുതിയത്. ഈ ഗാന്ധപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് റസൂലുള്ളാഹിന്റെ മുടി കെട്ടി അതിനു വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അത്തരം ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തി. അതിപ്പോ ഒരു പള്ളി അവിടെ ഉണ്ടാക്കും, അത് തറക്കല്ലിട്ടോല് പൈസ ഉള്ളവർക്ക് ഉണ്ടാക്കാം, അതൊക്കെ എല്ലാവർക്കും അറിയണ കേസ്. അതൊന്നും നമ്മൾ ഈ മുഖാമുഖത്തിൽ ചോദിക്കരുത്. അതിനു വേണ്ടി അല്ല ഇത് ഉണ്ടാക്കിയത്. നല്ല ഒരു വിജ്ഞാന സദസ്സാണ്. ഞാനത് ആമുഖത്തിൽ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നാണ് പറയാനുള്ളത്. ഉസ്താദേ, അത് നമുക്ക് ഇൽമ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ ക്ലാസ്സുകളും സദസ്സുകളും വെക്കുന്നത്. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലുണ്ടാവും. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞു തരണ്ട കേട്ടോ. ഈ സദസ്സ് അതിനുള്ളതല്ല. ആയിക്കോട്ടെ, അടുത്ത ചോദ്യം ചോദിക്കും. ഇത്രയും നേരം വിശദീകരിച്ചൊക്കെ തുമ്പില്ലാതാകാം. കാരണം ഖുർആൻ കൊളത്തൂർ ഉസ്താദ് കണ്ടുകണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഖുർആനിലെ ആശയങ്ങൾ കൊളത്തൂർ ഉസ്താദ് അംഗീകരിക്കണില്ല. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല. ഇവിടെ ജോറായിട്ട് മമ്പ്രതങ്ങളെ വിളിച്ചാൽ മുജാഹിദ് പാലിച്ചൊരു വിഗ്രഹമാക്കി മമ്പ്രതങ്ങൾ കേൾക്കുന്നുണ്ട്, റസൂലുള്ള കേൾക്കുന്നുണ്ട്, യാ റസൂലുള്ള എന്നൊക്കെ പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നത് എന്താണ് മുസ്ലിയാക്കന്മാരെ? നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ, അവർ കേൾക്കൂല. അല്ലേ പറയണത്, കൊളത്തൂർ ഉസ്താദ് മതം പറയണ്ടേ, അല്ലേ പറയണത്. ഇതിനെ കുറിച്ച് കൊളത്തൂർ ഉസ്താദ് വിശദീകരിക്കണം. ഉസ്താദ് എന്ന് പറയും, എന്നിട്ട് പറയാ ഖുർആൻ തെളിഞ്ഞിട്ടില്ല എന്നും പറയാം. രണ്ടും കൂടി നമുക്ക് ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിടത്തുള്ള ഒരു വൈരുദ്ധ്യം പറഞ്ഞതാണ്. ഇൻ തുദുഉഹും എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ആരെ പറ്റിയാണ് എന്നാവോ? അവരെ വിളിച്ചാൽ നേരം അമ്പറത്തങ്ങളെ വിളിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന് മൈക്കോട്ട് തന്നെ ആൾക്ക് ഖുർത്തുബിയിൽ അങ്ങനെ പറയുന്നുണ്ട്. മമ്പറത്തങ്ങൾ ഇത് പറഞ്ഞോ? ഖുർത്തുബിയിൽ അംബിയായോ ഔലിയായോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, ഞാൻ കേട്ടിട്ട് നിങ്ങളെ മമ്പറത്തങ്ങൾ അങ്ങനൊന്നും അല്ല. ഔലിയാക്കളിൽ പെട്ട ആളല്ലോ. അല്ലല്ല, ഔലിയാക്കളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെയൊക്കെ പിഴവ് പറ്റിയതാണ്. അത് ഞാൻ വിശദീകരിച്ചാൽ ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ട് മാത്രം പഠിക്കുമ്പോഴുള്ള കുഴപ്പമാണത്. അത് പ്രമാണങ്ങളും കിതാബുകളും നോക്കിയാൽ അത് മനസ്സിലാവും. ഇൻ തദുഉഹും, അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ഫാത്തിറിലെ 13-14 വാക്യങ്ങളാണ്. അല്ലാഹു തആല പറയുന്നത്, വല്ലദീന തദുഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾ മാ യംലികൂന മിൻ ഖിത്മീർ, അവർ ഒരു കാരക്കക്കുരുവിന്റെ ഇടയിലുള്ള ആ ചീന്തുണ്ടല്ലോ, അതിന്റെ അത്രയെങ്കിലും ഒരു വസ്തുവിനെ ഉടമപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. അള്ളാഹു പറയാണ്. അള്ളാഹുവിനെയും മക്ക മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. അള്ളാഹുവിനെ വിട്ട് അവർ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഒക്കെ പ്രാർത്ഥിക്കുന്നു, അവർക്ക് ആരാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആരാധിക്കുന്ന ആ ദൈവങ്ങൾക്ക് ഒന്നും ഉടമപ്പെടുത്താൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇൻ തുദുഊഹും, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, ആ ദൈവങ്ങള് നിങ്ങളുടെ ഉത്തരം, നിങ്ങളുടെ ദുആ കേൾക്കൂല. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? കൊളത്തൂർ ഉസ്താദിനും സംശയമില്ല, അല്ലാത്തവർക്കും സംശയമില്ല. എന്താ? അല്ലാഹുവേതര ദൈവങ്ങളെ വിളിച്ചാൽ ആ ദൈവങ്ങൾ കേൾക്കുകയില്ല, അവർ ഉത്തരം ചെയ്യൂല. വലൗ സമിഉ, കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാണ്. കാരണം എന്താ? ഇത് മമ്പുറത്തെ തങ്ങളാകുന്ന, അല്ലെങ്കിൽ മുഹയ്യദ്ദീൻ ശൈഖാകുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മഹാത്മാക്കളെ കുറിച്ചല്ല
ഈ ആയത്തിൽ പറഞ്ഞത്. ഞാൻ വായിക്കാം. മുഫസ്സിറുകൾ തന്നെ പറയുന്നു, ഒരുപാട് മുഫസ്സിറുകൾ. അല്ലാമ ഇബ്നു അത്തിയ്യത്തുൽ ഉൻദുലുസി ഹിജ്റ 546 അന്തരിച്ച മഹാനാണ്. അദ്ദേഹം പറയുന്നു, ബയ്യന തആല അംറൽ അസ്നാമി. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് ബിംബങ്ങളുടെ കാര്യമാണ്. വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, മക്ക മുശ്രിക്കുകൾ അതുപോലെ മറ്റ് മുശ്രിക്കുകൾ ആരാധിക്കുന്ന, വിളിക്കുന്ന ദൈവങ്ങൾ, ബിംബങ്ങളുണ്ട്. ആ ബിംബങ്ങളുടെ കാര്യമാണ്. അവർക്ക് വിളിച്ചാൽ ഉത്തരം ചെയ്യൂല. ഇനി നിങ്ങൾ നോക്ക്, വേറൊരു തഫ്സീർ, തഫ്സീർ ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറുൽ ഖുർആനിൽ അലീം എന്ന തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നത് എന്താ? ഈ പറഞ്ഞ ആയത്ത് വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, വിളിക്കുന്നവർ, അതാരാ? ഐ മിനൽ അസ്നാമി വൽ അന്ദാദി, ബിംബങ്ങൾ, പ്രതിമകൾ. അവർക്ക് വിളിക്കാനും ഉത്തരം ചെയ്യാനും കഴിയില്ല. ആരാ അതിന് ബിംബങ്ങളെ വിളിക്കണത്? ആരാ അതിന് പ്രതിമകളെ വിളിക്കണത്? ഏത് സുന്നികളാ അങ്ങനെ വിളിക്കുന്നത്? ഇനി ഹാഫിദ് ഇബ്നു കസീർ തന്നെ പറഞ്ഞു, ഇൻ തദഊഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ. ആരെ? ഈ ആയത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് അൽ ആലിഹത്തല്ലതി തദഊനഹാ മിൻ ദൂനില്ലാഹ്. നോക്ക് നിങ്ങൾ, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ദുആ ചെയ്യുന്ന ഇലാഹുകൾ, ദൈവങ്ങൾ, ആ ദൈവങ്ങളെ വിളിച്ചാൽ അവർ കേൾക്കൂല. കണ്ടോ? അപ്പൊ ദൈവങ്ങളാണ്. അത് ജീവനുള്ള ദൈവവും പെട്ടു, ജീവനില്ലാത്ത ദൈവവും പെട്ടു. അതാ ഖുർത്തുബി പറയുന്നത്. ജീവനുള്ള ദൈവങ്ങളും പെട്ടു, ജീവനില്ലാത്ത ദൈവങ്ങളും പെട്ടു. ആ ദൈവങ്ങളെ ഒക്കെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ വിളി അവർ കേൾക്കൂല. ഉറപ്പന്നെയാണ്, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. മുസ്ലിമീങ്ങളായ നമ്മളാരും അല്ലാഹു അല്ലാത്ത ഇലാഹിന്, മറ്റൊരു ദൈവത്തിന്, ഒരു ഇലാഹിന് വിളിക്കുന്നേ ഇല്ല, അവരോട് ചോദിക്കുന്നേ ഇല്ല, അവരോട് സഹായം അർത്ഥിക്കുന്നേ ഇല്ല. മക്കയിലെ മുശ്രിക്കുകൾ, അതുപോലെയുള്ള മുശ്രിക്കുകൾ അല്ലാഹുവിനെയും വിട്ട് അവർ ചോദിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങളോട് നടത്തിയ പ്രാർത്ഥനകളെ നിശിതമായി വിമർശിച്ചുകൊണ്ടും അത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് അല്ലാഹു ഈ ഖുർആനിക സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മുസ്ലിമീങ്ങളായ നമ്മൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിയെ വിളിക്കുന്നുണ്ട്. ആ വിളിയെ കുറിച്ചല്ല. ഗൗസുൽ ആലം ശൈഖ് ജീലാനിയെ അബ്ദുഹു വ വലിയുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. ആ വിളിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇമാം ഖുർത്തുബിയും പറഞ്ഞത് അതാണ്. എന്ത്? അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ, അതിൽ ജീവനുള്ള ദൈവങ്ങളുണ്ട്, ജീവനില്ലാത്ത ദൈവങ്ങളുണ്ട്. ഏതുപോലെ മലായികത്തുകൾ, മക്കയിലെ മുശ്രിക്കുകൾ മലക്കുകളെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പെൺകുട്ടികളാകുന്നു. അവർ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇന്നല്ലാഹ ഖതബ ഇലാ സാദാത്തിൽ ജിന്നി, അല്ലാഹു തആല ജിന്ന് വർഗത്തിലെ ഉന്നതന്മാരായ ആളുകളുമായി കല്യാണ ആലോചന നടത്തി അല്ലാഹു. എന്നിട്ടോ ഫസൗവജൂഹു, ആ ജിന്നുകളിൽ നിന്നും വലിയ വലിയ ജിന്നുകൾ അല്ലാഹുവിന് കെട്ടിച്ചു കൊടുത്തു. ആരെ? സറവാതി ബനാതിഹിം, അവരുടെ മക്കളിൽ നിന്ന് നല്ല സുമുഖികളായ, സുന്ദരികളായ സ്ത്രീകളെ, ജിന്നിൽ നിന്നുള്ള പെൺകുട്ടികളെ അവർ അല്ലാഹുവിന് കെട്ടിച്ചു കൊടുത്തു. ആ സംബന്ധത്തിൽ ഉണ്ടായ മക്കളാണ് മലക്കുകൾ എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ആ മക്കയിലെ മുശ്രിക്കുകൾ പലരും മലക്കുകളെ ആരാധിച്ചിരുന്നു. അതുപോലെ ജൂതന്മാർ, വഖാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ്, ദൈവപുത്രനാണ്. വഖാലത്തിൽ നസ്വാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ മസീഹ് യേശു അത് ദൈവപുത്രനാണ് എന്ന് അവരൊക്കെ പറഞ്ഞിരുന്നു.
അതുകൊണ്ട് അവരൊക്കെ അവരെ ആരാധിച്ചിരുന്നു, ഇലാഹാക്കിയിരുന്നു. അതിനെയാണ് ഖുർആനി നിശിതമായി വിമർശിക്കുന്നത്. ജീവനുള്ള ദൈവമാവട്ടെ ജീവനില്ലാത്ത ദൈവമാവട്ടെ അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ ഉത്തരം ചെയ്യൂല, അത് ശിർക്കാണ്. അത് യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവർ ചെയ്ത ഈ ശിർക്കിനെ ഇവർ തന്നെ നിഷേധിക്കുകയും ചെയ്യും എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പഠിപ്പിച്ചിട്ടും ഉണ്ട്. അപ്പൊ ആയത്തിൽ പറഞ്ഞത് ഏതോ അതല്ല സുന്നികളായ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഏതോ അത് ആയത്തിൽ പറഞ്ഞിട്ടും ഇല്ല. ആയത്തിൽ പറഞ്ഞത് അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന, ദൈവങ്ങളോട് ചോദിക്കുന്ന, ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. അതേ അവസരത്തിൽ സുന്നികളായ നമ്മൾ ചെയ്യുന്നതോ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ അവർ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, ദൈവ അവതാരമാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല. അങ്ങനെ എങ്ങനെ വിശ്വസിച്ചാലും അത് ശിർക്കാണ്, അത് പാടില്ലാത്തതാണ്. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ റസൂലുള്ളാഹിയെ വിളിക്കുന്നത് അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവ അവതാരമല്ല, അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലാണ് എന്ന വിശ്വാസത്തോടെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ അത് ശിർക്കാണെന്ന് ഈ ആയത്തിൽ എന്നല്ല ഒരൊറ്റ ആയത്തിലും പറഞ്ഞിട്ടില്ല. ഖുർത്തുബി എന്നല്ല ഒരൊറ്റ തഫ്സീറിലും രേഖപ്പെടുത്തി വെച്ചിട്ടും ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. മുസ്ലിയാരെ അവിടെ അമ്പിയാ എന്ന് പറയണ്ടല്ലോ, റസൂൽ അമ്പിയാക്കളിൽ പെട്ടതല്ലേ? അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഞാൻ പറയുന്ന മറുപടി നല്ലോണം ശ്രദ്ധിക്കണം. എന്താന്ന് ചോദിച്ചാൽ ഇമാം ഖുർത്തുബി പറയുന്ന ഇബാറത്ത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. ഇമാം ഖുർത്തുബി പറയുന്നത് തന്നെ ഞാൻ വായിച്ചു തരാം. ഇമാം ഖുർത്തുബിയുടെ ഇബാറത്ത് എന്താ? സുമ്മ യജൂസു അൻ യർജിയ ഹാദാ. ഇമാം ഖുർത്തുബി ആദ്യം പറഞ്ഞത് ഇൻ തദഉഹും, ഞാൻ അത് വായിച്ചു തരാം. ലാ യസ്മഉ ദുആഅക്കും ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബി ലാ യസ്മഉ ദുആഅക്കും. അവർ നിങ്ങളെ വിളി കേൾക്കൂല. ലി അന്നഹ ജമാദാതുൻ ലാ തുബ്സിറു വലാ തസ്മഉ. ഈ ബിംബങ്ങൾ, ഈ ദൈവങ്ങൾ അത് കേൾക്കുകയും കാണുകയും ചെയ്യാത്ത ജമാദുകളാണ്, അചേതന വസ്തുവല്ലേ. കല്ല്, മരം, ബിംബം, വിഗ്രഹം എന്നൊക്കെ പറഞ്ഞ അചേതന വസ്തുവല്ലേ. അത് കേൾക്കൂലല്ലോ, കാണൂലല്ലോ. ഇതാണ് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത്. എന്നിട്ട് പിന്നെയാണ് പറയുന്നത് എന്ത്? സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ എന്ന് പറഞ്ഞിടത്തുള്ള ലമീർ മടങ്ങാം. എങ്ങോട്ട് മടങ്ങാം? ഇലൽ മഅബൂദീന. ഇത് മുജാഹിദ് മറച്ചു വെക്കാറുള്ളതാ. ഞാനത് വിശദീകരിച്ചു പറയേണ്ട മൊത്തത്തിൽ പറഞ്ഞത്. ഇലൽ മഅബൂദീന എന്താ അതിന്റെ അർത്ഥം? ദൈവങ്ങളിലേക്ക് ലമീർ മടങ്ങാം. അപ്പൊ ഇൻ തദഉഹും എന്ന് പറഞ്ഞാൽ ഇലൽ മഅബൂദീന മിമ്മാ യഅഖിലു, അഖിലുള്ള ബുദ്ധിയുള്ള ദൈവങ്ങളിലേക്ക് ലമീർ മടങ്ങാം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇൻ തദഉഹും, വെറും ബിംബം, വിഗ്രഹം എന്നു തന്നെ വെക്കണ്ട, അത് ഉൾപ്പെട്ടു. പുറമെ ഏതുമാവാം, ജീവനുള്ള ദൈവങ്ങളെയും ഉൾപ്പെടുത്താം. ഇതാണ് ആ പറഞ്ഞത്. അതേതുപോലെ കൽമലായികത്തി, മലക്ക് പോലെ. എന്തേ കാരണം? മലക്കുകൾ ദൈവമാണ് എന്ന് വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മക്കയിലെ മുശ്രിക്കുകൾ അൽ മലായികത്തു ബനാത്തുള്ള, പുത്രിമാരാണ് എന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു. വൽ ജിന്നി, ജിന്നിനെ ആരാധിച്ചവരുണ്ടായിരുന്നു. വൽ അംബിയായി, പ്രവാചകന്മാരിൽ ചിലരെ ആരാധിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വഖാലത്തുൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ജൂതന്മാര് ഉസൈർ എന്ന് പറയുന്ന പ്രവാചകൻ ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചു, ആരാധിച്ചു. വഖാലത്തിൽ നസ്വാറ, ക്രിസ്ത്യാനികളോ ഉസൈർ ഇബ്നുല്ലാഹ്, വഖാലത്തിൽ നസ്വാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, യേശു, ഈ ഈസ എന്ന് പറയുന്ന യേശു അത് ദൈവപുത്രനാണ് എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിച്ചു. ആ വിശ്വസിച്ചവർ ആരാധിച്ചു. അതിനെക്കുറിച്ചാണ് ആ പറയുന്നത്. അല്ലാതെ ഇലൽ മഅബൂദീന എന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. ഇബാദത്ത് എടുക്കുന്ന വസ്തുക്കൾ എന്നാണ് അതിന്റെ അർത്ഥം. അതിനാണ് നമ്മൾ ദൈവം, ആരാധ്യ വസ്തു എന്നൊക്കെ അർത്ഥം വെക്കുന്നത്. അപ്പോ ആരാധ്യ വസ്തുക്കളിൽ ജീവൻ ഉള്ളതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്. അത് ഞാൻ ആദ്യം മുതലേ പറയാൻ തുടങ്ങിയതാ. ജീവനുള്ള ദൈവമായാലും ജീവൻ ഇല്ലാത്ത ദൈവമാണെങ്കിലും ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. അത് നബിയായ ഒരു നബിനെ ഒരാൾ ദൈവമാണെന്ന് കരുതി എന്നാലും പെടും. ഒരു ജിന്നിനെ ഒരാൾ ദൈവമാണെന്ന് വിശ്വസിച്ചു എന്നാലും ഉൾപ്പെടും. ഒരു മലക്ക് ദൈവമാണെന്ന് ഒരാൾ വിശ്വസിച്ചു എന്നാലും ഉൾപ്പെടും. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുള്ളത്. അതിൽ മുജാഹിദുകൾക്ക് ഒരു പിടുത്തം പോലും ഇല്ല, ഒരു കണിക പോലും അവർക്ക് കിട്ടുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
പിന്നെ ഇപ്പോ റബ്ബിലോലായിട്ട് നബിദിനൊക്കെ നല്ലോണം കൊണ്ടാടിയാണ് സുന്നിയാള്. കാരണം റസൂലുള്ള പറഞ്ഞേ ഞാൻ ജനിച്ച തിങ്കളാഴ്ച രാവിലെ നിങ്ങള് നോൽമ്പ് നോൽക്കാനാ പറയണേ, നബിദിനാഘോഷം കൊണ്ടാടാനല്ല. അതിന് വല്ലതും പറയണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. നേരത്തെ സുഹൃത്ത് അർത്ഥവത്തായ ചോദ്യം ഉന്നയിക്കുകയും പ്രമാണബദ്ധമായ ശൈലിയിൽ ഉസ്താദ് അവറുകൾ മറുപടി പറയുകയും ചെയ്തപ്പോൾ അത് സ്വീകാര്യമായി എന്നതുകൊണ്ടായിരിക്കാം അടുത്ത വിഷയത്തിലേക്ക് കടന്നത്. അള്ളാഹു സത്യം ഗ്രഹിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുകയും ഒരു ഹദീസിന്റെ ആശയം പറയുകയും ആ ഹദീസിലുള്ളത് നോമ്പ് പിടിക്കാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്താണ് റബീഉൽ അവ്വലിൽ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത് എന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റബീഉൽ അവ്വലിൽ നിങ്ങൾ ജന്മദിനം കൊണ്ടാടണം, അത് നോമ്പ് നോറ്റിട്ടാവലാണ് നല്ലത് എന്ന് പറഞ്ഞതുപോലെയുണ്ട്. ഏതായിരുന്നാലും തിങ്കളാഴ്ചകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹുവിന് നന്ദി ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും സമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ആഴ്ചതോറും ഒരു സുന്നത്ത് എന്ന നിലക്ക് ഒരു കർമ്മം നിർദ്ദേശിക്കപ്പെട്ടു. ആദം നബി അലൈഹിസ്സലാം ജനിച്ചു എന്നതിന്റെ പേരിൽ വെള്ളിയാഴ്ചകളിൽ ജുമുഅ നിസ്കാരവും അൽ കഹ്ഫ് ഖുർആൻ പാരായണവും സ്വലാത്തും ദിക്റ് കൊണ്ടും ധന്യമാക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടു. എന്നാൽ അതേ ചെയ്യാവൂ, അത് മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആൻ പറഞ്ഞത് ഖുൽ ബിഫളില്ലാഹി, അല്ലാഹുവിന്റെ ഫളല് കൊണ്ട് നിങ്ങൾ പറയുകയും റഹ്മത്ത് കൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയും അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. എങ്ങനെ സന്തോഷിക്കണം, ഏത് ശൈലിയിൽ സന്തോഷിക്കണം എന്ന് അവിടുന്ന് വിശദീകരിച്ചില്ല. മറിച്ചതിനൊരു പദ്ധതി വെച്ചു. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ, നസാറാക്കൾ തന്റെ നേതാവിനെ ബഹുമാനിച്ചതുപോലെ ആദരിച്ചതുപോലെ അതിരി കവിയരുത്, അഥവാ ഇലാഹാക്കുകയോ ദൈവമാക്കുകയോ ചെയ്യരുത്. അതല്ലാത്ത നിലയ്ക്ക് എങ്ങനെയൊക്കെയാണോ മദ്ഹ് ചെയ്യാനും എങ്ങനെയൊക്കെയാണോ പ്രകീർത്തിക്കാനും എങ്ങനെയൊക്കെയാണോ അവിടുത്തെ കുറിച്ച് പ്രശംസിക്കാനും കഴിയുക, അങ്ങനെയൊക്കെ പറയണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ റബീഉൽ അവ്വൽ മാസത്തിലും അല്ലാത്ത കാലത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാറുണ്ട്, മദ്ഹ് പാരായണം ചെയ്യാറുണ്ട്. ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലൂദാണെങ്കിലും പറയാനോ പാടാനോ പാടില്ല, അത് ശിർക്കാണ് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്നതിൽ കെ ഉമർ മൗലവി, ഒരാൾ ഇംഗ്ലീഷിൽ എഴുതിയപ്പോ കുമാർ മൗലവി എന്ന് വായിച്ചു. ആ കെ ഉമർ മൗലവി എന്ന് പറയുന്ന വ്യക്തി അയാൾ ഈ പുസ്തകത്തിൽ പറഞ്ഞത്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രിയപ്പെട്ടവരെ, ഒരു പുസ്തകം, ആ പുസ്തകം മറിച്ചു നോക്കിയാൽ അതിന്റെ ചട്ടന്റെ പുറത്ത് അതിന്റെ വില, അതിന്റെ ഓതറ പേര്, അങ്ങനെ ഇത്ര എഡിഷൻ എന്നൊക്കെ ഉണ്ടാകുക. ഈ പുസ്തകത്തിൽ മറിച്ച് മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ 4 വട്ടം കാഫിറാവുന്ന, 1000 വട്ടം ഔസുല്ലാഹിനെ വിളിച്ചാൽ 4000 വട്ടം കാഫിറാകും എന്നൊക്കെ പറയുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നു, ഉള്ളടക്കത്തിൽ തെറ്റില്ലാത്ത മൗലിദാണെങ്കിലും മേൽപ്പറഞ്ഞ ശിർക്കിൽ നിന്ന് രക്ഷയില്ല, അതുകൊണ്ട് മൗലിദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. ഒരാള് ഒരിക്കൽ ഇവരുടെ വലിയൊരു നേതാവിനോട് ഫോൺ വിളിച്ച് ചോദിച്ചു, ബുഖാരിയിലുള്ള ഹദീസ് മാത്രം എടുത്തുകൊണ്ട് അതൊരു ഗ്രന്ഥമാക്കി തന്നങ്ങൾ ഓതുവച്ചു. ഓതൂല.
ഈ ആളുകൾക്ക് അവരുടെ മദ്ഹ് പറയാനോ അതല്ലെങ്കിൽ നേതാക്കളുടെ മദ്ഹ് പറയാനോ ഒരു കുഴപ്പമില്ല. നമ്മുടെ വിഷയം അതല്ല. ഏതായിരുന്നാലും സുഹൃത്ത് ചോദിച്ച നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ചകളിൽ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ മാസത്തിൽ ഖുർആനിന്റെ വ്യാപകമായ ആശയങ്ങളും തിരുസുന്നത്തുകളും പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെയും മദ്ഹ് ചെയ്യാം, ഇലാഹാക്കരുത്, ദൈവമാക്കരുത് എന്നർത്ഥത്തിലാണ്. അതുകൊണ്ട് ആ ദിവസം സന്തോഷ പ്രകടനമാണ്. അത് ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, ബറക്കത്തെടുത്തിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, അത് വലിയ ഇബാദത്താണ്. കഴിഞ്ഞുപോയ ഇന്നലകളിലെ മഹാരഥന്മാരായ ആളുകൾ പഠിപ്പിച്ചു തന്നതാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ വലിയ വലിയ ചടങ്ങുകളും ഘോഷയാത്ര നബി തങ്ങളുടെ തിരുഹദറത്തിൽ തന്നെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നിർവഹിച്ചത് അൽ മുൻതളിം പോലെയുള്ള, അൽ ബിദായ പോലെയുള്ള, താരീഖു തബരി പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യത്തിന് മറുപടിയായി ഞാൻ നോൽബിനെ പറ്റിയാണ് പറഞ്ഞത്. നോമ്പിന്റെ വിഷയം പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ റബീഉൽ അവ്വലിന് നോമ്പെടുക്കാൻ പറ്റുമോ? എന്താ ജന്മദിനത്തിന് നിങ്ങള് തിങ്കളാഴ്ച രാവിലെ നോൽബ് എടുക്കണം എന്നല്ല പറഞ്ഞേ? തിങ്കളാഴ്ചകളിൽ വിശുദ്ധ റബീഉൽ അവ്വലിൽ നോമ്പെടുക്കൽ സുന്നത്താണ് എന്നുള്ളത് വഹീ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ദിവസങ്ങൾ പറഞ്ഞു. ആ പല ദിവസങ്ങളിലെ ഒരു ദിവസമാണ് തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ചക്കുള്ള കാരണം പറഞ്ഞു, ഫീഹി വുലിദു, ഞാൻ ജനിച്ചത് അന്നാണ് എന്ന് കരുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച എല്ലാ തിങ്കളാഴ്ചകൾ, അല്ലെങ്കിൽ ഏപ്രിൽ 21 ഇംഗ്ലീഷ് മാസം, അന്ന് നോമ്പെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്, അന്ന് നോമ്പെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഒരാൾ അന്ന് 12 റബീഉൽ അവ്വൽ 12 നോമ്പെടുത്തു എന്ന് വെക്കുക, അതുകൊണ്ട് അത് വിരോധിക്കപ്പെട്ടതും അല്ല. എന്നാൽ റബീഉൽ അവ്വൽ 12 എന്നുള്ളതിന് അതൊരു മാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ദിവസവുമായി ബന്ധപ്പെട്ടു എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞു തിങ്കളാഴ്ച നോമ്പ് വിളിക്കാൻ. അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച നോമ്പ് വിളിക്കുന്നു. അത്രേ ആ വിഷയത്തിലുള്ളൂ. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത്, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇതെന്താ? അതെന്താന്ന് വെച്ചാല് മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ല. നിങ്ങളിപ്പോ മൗലൂദ് കൊണ്ട് ഇങ്ങനെ കൊണ്ടാടുകയല്ലേ? മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഈ മുസ്ലിയാക്കന്മാർ വന്നപ്പോ വന്നതാണ്. അപ്പൊ മുൻകാലത്തും മൗലൂദില്ല. അതായത് ഖുർആനിൽ ഉള്ളതാ അങ്ങനല്ല അല്ലെ? അങ്ങനല്ല. ഞങ്ങളെ ഭർത്തയുടെ ബദർ എന്താന്ന് ചോദിച്ചപ്പോഴേ അതിപ്പോ ആർക്കും തർക്കമില്ലാത്തൊരു സംഗതി ഖുർആനിലുള്ളത് എന്നുള്ള രൂപത്തില് എന്താ നിങ്ങൾ അംഗീകരിക്കുന്ന ആളാണല്ലോ പറയണത്. അല്ല, എന്റെ ആയത്ത ഹദീസൊന്നുമല്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, അതും അറിയില്ല. കുഞ്ഞത്തുള്ളല്ല താഴവ മുഹമ്മദ് മുസ്ലിം. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ താഴവന്റെ ഈ ഷീട്ടിലുള്ളത് മാത്രം നോക്കിയിട്ടാണ് കുഴപ്പം. സംഗതി അത് ശരിക്കും നോക്കിയാൽ താഴവ തന്നെ പറയുന്നതുണ്ട്, അത് മൗലിദ് കഴിക്കൽ ഹിജ്റ 300 ശേഷം വന്നതാണ്, അതുകൊണ്ട് അത് തെറ്റാണ്, അത് നിങ്ങളാരും ചെയ്യരുതേ പോകരുതേ എന്നൊന്നുമല്ല അതിൽ പറയുന്നത്. തഴവ പറയുന്നത് അത് ചെയ്യണം, കഴിക്കണം, അത് പുണ്യകർമ്മമാണ്, നല്ലതാണ് എന്ന് തന്നെയാണ് തഴവ പറയുന്നത്. അത് നിങ്ങളത് വായിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം, അതിന്റെ വരികൾ ഞാൻ ചൊല്ലിത്തരാം. തഴവയുടെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിലുള്ള വരിയാണ്. അയാൾ പറയുന്നത് തന്നെ എന്താ, അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. അമലുൽ മൗലിദ് എന്ന് പറഞ്ഞാൽ മൗലിദ് കഴിക്കുക, അതിനാളു കൂടുക, അത് സുന്നത്താകുന്നു എന്നാണ് തഴവ പറയുന്നത്. എന്നിട്ട് താഴ്വ തന്നെ പിന്നെയും പറഞ്ഞത് കാണാൻ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നമ്മുടെ ഒക്കെ വീടുകളിൽ ഓതണം. എന്നാൽ മുസീബത്ത് നീങ്ങാൻ അത് കാരണമാകും, അതിനുള്ള ഒരു ആത്മീയ ചികിത്സയാണത് എന്ന് തഴവ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് തഴവ തുടർന്ന് പറഞ്ഞു എന്തൊക്കെയാണ് മൗലിദ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ,
അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, കണ്ണേറ് ഹർക്കും വബായിവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതിയാൽ ഇത്രയും ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ആരാ? അതും തഴവയാണ്, ഓതണ്ടെന്നല്ല, ഓതണമെന്നാ പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് ഓതിയാൽ ഒരുപാട് ഗുണമുണ്ട്. വഹാബി ശല്യം പാടെ മുരടിക്കുന്നതാ, മൗദൂദിയും ആ നാട് വിട്ടോടുന്നതാ എന്ന് പറഞ്ഞ മറ്റൊരു കവിയുടെ വാക്കുകൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ പറയുന്നത് മൗലിദ് ഓതിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് സഹോദരങ്ങളെ. എന്നാ പിന്നെ തഴവ എന്തായി പറഞ്ഞത്? അത് ഹിജറ 300 ശേഷം വന്നതാ. അത് മുജാഹിദിൽ മെമ്പർഷിപ്പ് കിട്ടാൻ കാണാതെ പഠിക്കാനുള്ള 2 വരിയാണ്. എന്ത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. മുജാഹിദിന്റെ റബീഉൽ അവ്വൽ മാസായ പറയും വേണ്ട, മുജാഹിദിനെ ഉറക്കത്തിൽ ഞെട്ടി ഉണർത്തിയാൽ അത് ഹിജറ 300 ശേഷം വന്നതാ എന്ന് പറഞ്ഞാണ്. എന്താ ഇത്? അത് എന്ന ഏത് എന്ന് വന്നു, എന്താ ഈ പറയണത്? അതൊന്നും അവർക്കറിയില്ല. സാധുക്കള് മുജാഹിദ് മൗലവിമാർ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും, അത് ഇവരിങ്ങനെ തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ പടം കൊടുത്ത് കൂട്ടും. ഇതല്ലാതെ അതിന്റെ അപ്പുറം ഈ സാധുക്കൾക്ക് അറിയില്ല. ഞാൻ ഓലെ കുറ്റപ്പെടുത്തല്ല, സാധു മുജാഹിദുകളെ ഞാൻ കുറ്റപ്പെടുത്തൂല. നിങ്ങൾ ഈ വിവരമില്ലാത്ത മൗലവിമാരുടെ മുഖത്തിന് കീഴിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാ ഞങ്ങൾ പരസ്യമായ വേദി ഇങ്ങനെ വെച്ചിട്ടുള്ളത്. സംശയാലുക്കളായ മുജാഹിദുകളുണ്ടെങ്കിൽ കടന്നു വരട്ടെ, ചോദിക്കട്ടെ, ഉറപ്പുവരുത്തട്ടെ. അല്ല നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണോ? ഞങ്ങൾ ക്ഷണിക്കുന്ന ഇതുപോലെ മാന്യമായി സംഘടിപ്പിച്ച അതല്ലേ ആണത്വം. നിങ്ങൾ വടിയും കുന്തോർത്ത് കത്തിയും കുത്തിർത്ത് ഒരു ചോദ്യം എടുക്കുക. പിന്നെ റഷീദ് സക്കാബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചോദ്യം എടുത്താൽ പിന്നെ ഓട്ടോറിക്ഷ എടുത്ത് പോവുക, പിന്നെ മുണ്ടാൻ പാടില്ല എന്നില്ല. അങ്ങനല്ലാന്ന് മനുഷ്യന്മാരെ സംശയം തീരോളം ചോദിക്കാനുള്ള അവസരം നൽകി. അപ്പൊ കാണാ ഈ നാട്ടിൽ നിന്ന് മുജാഹിദ് മയ്യത്തിന്റെ തലമെന്ന് പേൻ പോണ മാതിരി ഇങ്ങനെ പോണ കാണാം. ആ സംഗതി തിരിയ ആളുകൾക്ക്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? തഴവാം അത് ഹിജറ 300 ശേഷം വന്നതാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സഹോദരങ്ങളെയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്നത് വലിയ താല്പര്യമുള്ള ഒരു മഹാനായ രാജാവുണ്ടായിരുന്നു, മുളഫർ രാജാവ്. അയാൾ കേവലം രാജാവല്ല, കാന ആലിമൻ സാഹിദൻ തഖിയൻ വരിഅൻ നഖിയൻ. പണ്ഡിതന്മാരെല്ലാവരും അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചു. ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി അൽ ഹാബീറുൽ ഫതാവ, ഹാഫിള് ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ, ഹാഫിള് ഇബ്നു ഖല്ലിഖാത്തിന്റെ വഫയാത്തുൽ അയാൻ ബി അംബായി അബ്നാഇ സമാൻ, അല്ലാമ ഇബ്നുൽ ഇബാദിന്റെ ശദറാത്തുൽ ദഹബ്, എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നല്ല ആലിമായ, മുത്തഖിയായ, നല്ല പ്രപഞ്ചത്യാഗിയായ, സൂക്ഷ്മജ്ഞാനിയായ ഒരു മഹാനായ രാജാവായിരുന്നു. ആ രാജാവ് മൗലിദ് കഴിക്കുന്നതിൽ മൂപ്പർക്ക് വലിയ താല്പര്യ. അത് തഴവ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഇരുബൽ ഭരിച്ചവരാണ് വന്തറുമിഷ്ടന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. അതാ തഴവ പറയുന്നത്. മലിക്കുൽ മുളഫർ രാജാവ് റബീഉൽ അവ്വൽ മാസായ മൗലിദ് കഴിക്കാൻ മൂപ്പർക്ക് ഭയങ്കര ആവേശമാണ്. എന്തൊക്കെയാ അതിന്റെ പരിപാടി? അതും താഴ്വ പറയുന്നുണ്ട്. മൗലിദ് ഓതുന്ന ആ സദസ്സിലേക്ക് രാജാവിന് ഓതാനുള്ള മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തത് അന്നത്തെ വലിയ പണ്ഡിതനായ ഹാഫിള് അബുൽ ഖത്താബ് എന്നവരാണ്. ഇബ്നു ദുഹയ്യ മഹാൻ അവറുകൾ ഈ മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തു. അതിനെക്കുറിച്ച് താഴ്വന്നെ പറയുന്നു, കേൾക്കാണ. ശൈഖ് ഇബ്നു ദുഹയ്യ മൗലിദൊന്ന് രചിക്കലായി, രാജാവിനതു കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതാ. അതായത് ഈ മൗലിദ് കിതാബ് കണ്ടപ്പോൾ അതിൽ സന്തോഷിച്ചിട്ട്
ഈ ഉണ്ടാക്കിയ പണ്ഡിതന് 1000 സ്വർണ്ണ നാണയ കൊടുത്തത്. കൈമടക്കൊക്കെ നല്ല കനത്തിൽ തന്നെ പഴയ കാലം മുതലേ കൊടുത്തു വരാറുള്ളത്. അതിൽ മുജാഹിദ് ഇഞ്ചി കടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഈ പണ്ഡിതന്മാർ അല്ലെങ്കിൽ സുന്നികൾക്ക് മുത്താലിബികൾക്കൊക്കെ ആളുകൾ നല്ലോണം പൈസ കൊടുക്കും. നിങ്ങളെ കണ്ണും മോറും കണ്ട ആൾക്കാർക്ക് വല്ലതും തരാൻ തോണ്ടേ, ഞങ്ങൾ എന്താ കാട്ടുക? സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, അങ്ങനെ രാജാവിന്റെ ആ വിഭവങ്ങൾ എന്താ? മൗലിദ് കഴിക്കുന്ന വിഭവങ്ങൾ എന്താ? മുളഫർ രാജാവിന്റെ അതും തഴവ പറയുന്നുണ്ട്. മൗലിദ് കഴിക്കും നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. എന്തൊക്കെയാണ് മൗലിദ് കഴിക്കുന്നന്ന്? ആട് 5000 ആടിനെ അറുത്തുകൊണ്ടുള്ള പരിപാടി. പൊരിക്കുന്നതാണ് കോഴിയും 10,000 കോഴിയും 5000 ആടും അറുത്തിട്ടുള്ള ഒരു ചെറിയ ഒരു മൗലിദ്, ഇങ്ങനെ ഒരു പരിപാടി. മുളഫർ രാജാവിന്റെ പരിപാടിയാ. നോക്കണം നിങ്ങൾ, 5000 ആടും അതുപോലെ 10,000 കോഴിയും കഴിഞ്ഞില്ല. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. 1,30,000 പാത്രങ്ങളിൽ മധുര പലഹാരങ്ങൾ, ഫ്രൂട്ട്സുകളെന്നോ അല്ലെങ്കിൽ മറ്റു മധുര പാനീയങ്ങളെന്നോ എന്ത് പറഞ്ഞാലും ശരി, അതൊക്കെ വിഭവ സമൃദ്ധമായ സദ്യകളാക്കി നല്ല 5000 ആടിനെങ്ങനെ വെട്ടി നുറുക്കിയിട്ട് ആ 10,000 കോഴി എങ്ങനെ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ മുജാഹിദിന്റെ തൊള്ളിയിൽ ഇങ്ങനെ വെള്ളം ഊർന്നുണ്ടാവും, നമുക്കറിയാം. അതാ മറ്റൊരു കവി പറഞ്ഞത്, പാത്തും പതുങ്ങി കൊണ്ടതാ വഹാബികൾ, എത്തുന്നതാണ് തിന്നുവാനാ കോഴികൾ, ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ എന്ന് പറഞ്ഞ കവിയെ ഞാൻ ഓർത്തു പോവുകയാണ്. അതായത് എന്താ അതിൽ പറഞ്ഞത്? മുജാഹിദ് വെറുതെ പറഞ്ഞതല്ല. മുജാഹിദിന്റെ സൽസബിയിൽ ചോദ്യം, മൗലിദ് ഏതാനും ശരിക്കാണെന്ന മൗലിദിന്റെ ചീരടി കഴിക്കാമോ? അന്ന് ഉമർ മൗലവി കൊടുത്ത ഫത്വ എന്താണെന്നറിയോ നിങ്ങള്? കഴിക്കല് 2 സൈസ് ഉണ്ട്. അതല്ലേ, ഒന്നെന്താ, ഒന്ന് വയറ് നിറക്കുക എന്ന ലക്ഷ്യത്തിന് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ മറ്റെന്ത് നിറക്കുക എന്നുള്ള നിലക്ക് അത് കഴിക്കല് അങ്ങോട്ട് പറയണേ, ഓൽക്ക് അത് അടിച്ച് പിന്നണം, അതിന് ഓരോരോ വഴിയുണ്ടാക്കുക. നോക്കണം സൽസബിയിലെ ഫത്വേ. അപ്പളാ പറഞ്ഞത്, ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ. സഹോദരന്മാരെ, അങ്ങനെ 5000 ആടും 10,000 കോഴിയും ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. അവിടെയുള്ള ഉലമാക്കളും സൂഫിയാക്കളും എല്ലാവരും അവിടെ വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്ന ഈ മുളഫർ രാജാവിന് ഓരോ വർഷവും 3 ലക്ഷം സ്വർണ്ണ നാണയം ചെലവഴിച്ചുകൊണ്ട് വളരെ പ്രശസ്തമായ പ്രസിദ്ധമായ രൂപത്തിൽ മൗലിദാഘോഷ പരിപാടി നടത്തുന്നു മുളഫർ രാജാവ്. അത് തഴവ മാത്രമല്ല, എല്ലാ ഇമാമികളും ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ തന്നെ ഉണ്ട് കിതാബുകളൊക്കെ. സഹോദരങ്ങളെ, അപ്പോ അതിനെ കുറിച്ചാ അത് ഹിജറ 300 ശേഷം വന്നതാ. അത് ഹിജറ 300 ശേഷം തന്നെ വന്നത്. അതിന്റെ കാരണം മൂപ്പർ അതിന്റെ ശേഷം ജീവിച്ചത്, പിന്നെ എങ്ങനെ അതിന്റെ മുമ്പ് നടത്തുക? ഇതാണ് ഇതിന്റെ സംഗതി. ഇതൊന്നും ആളുകൾക്ക് അറിയില്ല. ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ഷീറ്റിലുള്ളത് വന്നിട്ട് കടുകട് കൊടുന്ന് കൊട്ടുമ്പടെ എന്നിട്ട് പറയുക അത് ഹിജറ 300 ശേഷം അപസ്മാരം ഇളകിയ മാതിരി അത് ഹിജറ 300 ശേഷം വന്നതാ എന്ന് പറയുന്നത്. എന്താ സംഗതി എന്നോ എന്തിനെ കുറിച്ചാന്നും അറിയില്ല. സഹോദരന്മാരെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷ പരിപാടിയും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നടന്നിരുന്നു എന്ന് ചരിത്രമാണ്. വിശദീകരിക്കാൻ സമയമില്ല. ഒരൊറ്റ സംഭവം പറയാം. അല്ലാമ ഹാഫിള് ഇബ്നു ദുഹയ്യ ബഹുമാനപ്പെട്ട അബുൽ ഖത്താബ് എന്നവർ എഴുതിയ ഗ്രന്ഥത്തിൽ കാണാം.
എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പോയി. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഇങ്ങനെ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എങ്ങോട്ടാ പോകുന്നത്? ഇലാ ബൈത്തി ആമിറിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അൻസ്വാരിയായ ആമിർ എന്ന സ്വഹാബിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോ ആമിർ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ സഹോദരന്മാരെ? ആമിർ റളിയല്ലാഹു അൻഹു, ആമിറുൽ അൻസാരി എന്ന സ്വഹാബി വര്യൻ അവിടെ ചെയ്യുന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, അവിടുത്തെ വഖാഇ വിലാദത്തിഹി എന്ന ഹദീസിലുള്ളത് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, അതന്നെ മൗലിദ് പറഞ്ഞത്. നമ്മളെ മൗലിദിലുള്ളത് അതന്നെ. വലദതുഹു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. നമ്മളെ റസൂലുള്ളാഹിന്റെ പേരിലുള്ള മൗലിദിലൊക്കെ അങ്ങനെയാണ്. അപ്പോ ആമിറുൽ അൻസാരി എന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോട്? അതാ തന്റെ മുമ്പിലുള്ള അബ്നാഇഹി വഅശീറതിഹി, തന്റെ കൂട്ടുകുടുംബാദികൾ, തന്റെ മക്കൾ എല്ലാവരും വിളിച്ചു വരുത്തി ഭയങ്കരമായ റസൂലുള്ളാഹിന്റെ മൗലിദ് ഇങ്ങനെ പഠിപ്പിച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണം നിങ്ങൾ ആ സദസ്സിലേക്ക്. ഫൈദൻ ജാഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ സദസ്സിലേക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പോ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് കണ്ടപ്പോ റസൂൽ പറഞ്ഞത് എന്താ? ആമിറെ, മിണ്ടിപ്പോകരുത്. റസൂലിന്റെ എന്റെ മൗലിദ് ഓതാൻ പാടില്ല, ശിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ്, നരകത്തേക്ക് പോകുന്നല്ല. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ആമിറുൽ അൻസാരി അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, ഹാദാ അൽ യൗം, ഹാദാ അൽ യൗം. ജനങ്ങളെ, ഞാൻ ഈ പറഞ്ഞ മൗലിദ് അത്ഭുത സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഇന്നാണ്, ഈ ദിവസത്തിലാണ്. ഇതുപോലുള്ള റബീഉൽ അവ്വൽ 12-നാണ്. അതുകൊണ്ട് ഇന്നാണ് ആ സംഭവം ഉണ്ടായത് എന്ന് ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു അങ്ങ് സ്വഹാബികളോട്, തന്റെ മുമ്പിലിരിക്കുന്ന മക്കളോടും കുടുംബങ്ങളോടും പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇതിനെ നിരാകരിച്ചില്ല. ശിർക്കാണെന്ന് പറഞ്ഞില്ല, കുഫറാണെന്ന് പറഞ്ഞില്ല, ഹറാമാണെന്ന് പറഞ്ഞില്ല, ബിദ്അത്താണെന്ന് പഠിപ്പിച്ചില്ല. അവിടുന്ന് പറഞ്ഞതെന്താ? ആമിറുൽ അൻസാരിയോട് ആരംഭ റസൂൽ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മാ ഖാല റസൂലുള്ളാഹി. ആമിറേ, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നു തന്നിരിക്കുന്നു. വൽ മലായികതു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക, മലക്കുകൾ മുഴുവനും നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അതിനു പറ്റിയ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തത്. മൗലിദ് ഓതുക എന്നുള്ള പ്രവർത്തനം അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫമൻ ഫഅല ഫഅലക നജാ നജാതക ഖാല റസൂലുള്ളാഹി. ആമിറേ, നിങ്ങൾ ഈ ചെയ്തതുപോലെ ആര് ചെയ്താലും നിങ്ങൾ രക്ഷപ്പെട്ടതുപോലെ അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഭാവിയിൽ മൗലൂദ് ഓതുന്ന നമുക്കൊക്കെ ഒരു ആവേശം ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചിട്ടുള്ള, നമുക്ക് മാതൃക പഠിപ്പിച്ചു തന്നിട്ടുള്ള വിഷയമാണിത്. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ്, അവിടുത്തെ കീർത്തനങ്ങൾ ഉരുവിടുകയാണ്. അവിടുന്ന് പറയുന്നത് എന്താ? റസൂലുള്ളാഹിയെ വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ബനത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റാഹാ ലം യുഫദ മഖ്ബൂലു ഹൈഫാഉ മുഖ്ബിലതൻ അജ്സാഉ മുദ്ബിറതൻ ലാ യുഷ്തകാ ഖിസറുൻ മിൻഹാ വലാ തൂലു. ഇതിന്റെ വിവരം, അർത്ഥം പലപ്പോഴും മുജാഹിദിന് അറിയില്ല. എന്നിട്ട് ഇങ്ങനെ പരിഹസിക്കും. ഇരിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ ഉപമിച്ചുകൊണ്ട് ആലങ്കാരികമായി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അവസാനം കഅബ് റളിയല്ലാഹു അൻഹു റസൂലിനെ പറ്റി പറഞ്ഞത് എന്താ? ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഊട്ടപ്പെട്ട മിന്നിത്തിളങ്ങുന്ന വാള് പോലെയാകുന്നു എന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് വർണ്ണിച്ചപ്പോ ഇമാം ബൈഹഖി തന്റെ അസ്സുനനുൽ കുബ്രയുടെ 10-ാമത്തെ വാള്യത്തിൽ വിശദീകരിക്കുന്നു. ഫഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികുമ്മിഹി ഇലൽ ഖൽഖി. റസൂൽ തന്റെ കൈകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ മാടി വിളിച്ചു, വരുവീൻ ലിയഉതു ഫയസ്മഉ മിൻഹു. കഅബ് എന്റെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ അത് കേൾക്കുവീൻ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ റസൂൽ ദൂരെ നിൽക്കുന്നവരെ മാടി വിളിച്ചു എന്ന് ഹദീസിൽ കാണുന്നു. അള്ളാഹുവിന്റെ റസൂലിന് വളരെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുക എന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ മദ്ഹ് പറയണം, മൗലിദ് ഓതണം. അത് പുണ്യകർമ്മമാണ് സഹോദരന്മാരെ. മുജാഹിദുകൾ മാത്രമേ അതിനെ എതിർത്തിട്ടുള്ളൂ. അത് മദ്ഹ് പറയാൻ പാടില്ല, അത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ബിദഅകൾ മാത്രമാണ് എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വ്യാപകമായി വന്നുപെട്ടിട്ടുള്ള ഒരു ദുരന്തമാണ് ഒരു TV ചാനലിലൂടെ ഈ PH അബ്ദുൽ ഗഫാർ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ നൽകുന്ന അൽ മൻസിൽ അൽ മഫാസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന ചില നിർദ്ദേശങ്ങൾ. പലപ്പോഴും സ്ത്രീകളൊക്കെ അതിൽ പെട്ടുപോവാറുണ്ട്. അതിലുള്ള കുഴപ്പങ്ങൾ അത് ശരിയല്ല, അതിലാരും പെട്ടുപോകരുത്. അതിലുള്ള കുഴപ്പങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മൻസിൽ മഫാസിലെ അബദ്ധങ്ങൾ എന്ന പേരിൽ റഷീദ് സഖാഫി എഴുതിയിട്ടുള്ള ഒരു പുസ്തകവും ഇവിടെ വിതരണം ചെയ്യുന്നു. നിങ്ങൾ വാങ്ങണം, കേൾക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അബദ്ധത്തിൽ പോകരുത് എന്നറിയിക്കുന്നു. ചോദ്യം തുടരുന്നു. അപസ്മാരകക്കാർക്ക് ആളുകളെ നമ്മൾ കാണിച്ചു തരാം. ഞങ്ങൾ പല വേദികളിലും പറയുന്നുണ്ട്, KM മൗലവി മൗലൂദ് വെച്ചു, മക്ക മൗലവി മൗലൂദ് വെച്ചു, ഇതാ അൽ മുർഷിദ് എന്നൊക്കെ. എവിടെ അൽ മുർഷിദ്? അൽ മുർഷിദ് ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ മുജാഹിദ് നേതാക്കന്മാർ മൗലൂദ് കഴിക്കണം എന്ന് പറഞ്ഞ അൽ മുർഷിദോ എന്ത് തെളിവുണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഇപ്പൊ അതിനെ കുറിച്ചല്ല, ഇപ്പൊ പിന്നെ താഴ്വയുടെ പുസ്തകത്തെ കുറിച്ചാണ്. അതല്ലല്ലോ ഇപ്പൊ നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ വേറൊന്നാണ്, നിങ്ങൾ വേറെന്തോ ഒരു ദേശം തീർക്കണ മാതിരിയാണ് ഇപ്പൊ ചോദിച്ചത്. ഇപ്പൊ അൽ മവാഹിബുൽ ജലിയയിലുള്ളത് പറഞ്ഞപ്പോ അതിനെപ്പറ്റി ഒന്നുമില്ല. അപ്പൊ പിന്നെ വേറെ ഏതെങ്കിലും സ്റ്റേജിൽ തോറ്റീന് ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്നോട് പകരം തീർത്തിട്ട് എന്താ കാര്യം? അത് അപ്പൊ അവിടെ തീർക്കേണ്ടതല്ലേ? ശരി, ഇളകിയതാണെന്ന് അർത്ഥം. എന്നായിക്കോട്ടെ, ഞാൻ പറയാം. ഞാൻ അത് അവിടെ വായിക്കാം. അതാ നിങ്ങൾ കാണിച്ചു തരാം. അതായത് മുജാഹിദുകൾ തന്നെ മൗലിദാഘോഷത്തിന് പഴയ കാലത്ത് പച്ചക്കൊടി കാണിച്ചിരുന്നു എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ലതാ. അൽ ഇർഷാദ് മാസികയാണ് എൻ്റെ കയ്യിൽ. 1343 വാള്യം 1 ലക്കം 5. ഇതിൽ പറയുന്നത് എന്താ? താരീഖുൽ മൗലിദി വ ഹുക്മുഹു. EK കുഞ്ഞഹമ്മദ് കുട്ടി മൗലവി, മുജാഹിദിന്റെ സ്ഥാപക നേതാവാണ് EK മൗലവി. അയാൾ പറയുന്നു, റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. ലോകത്തെല്ലായിടത്തും നടക്കുന്ന സംഗതിയാണ് ഇത് മൗലിദ് കൊണ്ടാടുക എന്നുള്ളത്. എന്നിട്ട് ഇയാൾ പറയുന്നു, മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്നു പറയുവാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടൊക്കെ ഇതുണ്ട്. അപ്പൊ വല്ല മുജാഹിദ് മഹല്ലുകളിലും ഇത് നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ മുസ്ലിങ്ങൾ ഇല്ലാതാണ് എന്ന് ഞാൻ പറയല്ല, EK മൗലവി പറയുന്നു. EK മൗലവി എന്ന സ്ഥാപക നേതാവാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഒരു ആമുഖം എന്ന പുസ്തകം, ₹1.25 വിലയുള്ള പുസ്തകം എന്റെ കൈവശമുണ്ട്. അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഇപ്പൊ ഈ അൽ ഇർഷാദ്, ഇനി ഇത് അൽ മുർഷിദ്. നിങ്ങൾ ചോദിച്ച അൽ മുർഷിദ് വായിക്കാ കേട്ടോളൂ. അൽ മുർഷിദ് പുസ്തകം 3 ലക്കം 1 1937 മെയ് ലക്കം. അറബി മലയാളാണിത്. വായിക്കാൻ അറിയെങ്കിൽ നോക്കാം. ഇതിൽ പറയുന്നത് എന്താ? റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു. നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയങ്ങൾ വികസിക്കുന്നു. ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു. ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ കൊണ്ട് പൊഴിക്കുന്നു. എന്തൊക്കെ ഉള്ളത്? റബീഉൽ അവ്വൽ മാസാകുമ്പോഴേക്ക് മുജാഹിദുകൾക്ക് ആകെ വിടരുകയാണ്. എല്ലാം കൂടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് എന്ന പഴയകാല മുജാഹിദ്. ഇപ്പത്തെ മുജാഹിദിനെ അട്ടട മുഖത്ത് ഉപ്പ് വെച്ചതുപോലെയാണ് സകല മുജാഹിദ്. റബീഉൽ അവ്വൽ മാസം എന്താന്ന് ഓൽക്കും അറിയില്ല, നമ്മക്കും അറിയില്ല. ഒന്നുമല്ല, ഓലെ നമ്മളൊന്നും കാട്ടിയിട്ടല്ല. റബീഉൽ അവ്വൽ റസൂൽ ജനിച്ച മാസം വന്നില്ലേ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാ മുജാഹിദുകള് മോനെ അതൊന്ന് വെച്ചു കൊടുത്താ ഞാൻ കേൾപ്പിച്ചു തരാം. മുജാഹിദുകൾ ചെയ്യുന്ന ഒരു പണിയുണ്ട്. എന്താണെന്നറിയോ? ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുക. നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിന്റെ റസൂല് ജനിച്ചത് റബീഉൽ അവ്വലിനാണ് എന്ന് പറയാൻ. കാരണം റബീഉൽ അവ്വൽ വന്നപ്പോ മുസ്ലിങ്ങൾ എല്ലാവരും മുസ്ലിങ്ങൾ റബീഉൽ അവ്വൽ മാസം വന്നു, ഭയങ്കര ഉഷാറ് തുടങ്ങി. എല്ലാവരും മുസ്ലിങ്ങൾ പ്രവാചകൻ ജനിച്ച ദിവസം എല്ലാവർക്കും അറിയാം. ഇത് വരുന്ന തലമുറയിലെങ്കിലും മാറ്റിമറിക്കാൻ വേണ്ടി മുജാഹിദ് ചെയ്യുന്ന ചരിത്രത്തെ ദുർവ്യാഖ്യാനിക്കുന്നു, മാറ്റിമറിക്കുന്നു, കുഴിച്ചുമൂടുക. എന്നിട്ട് പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂല് ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലല്ല, പിന്നെന്നാ റമദാനിലാണ്. നിങ്ങൾ കേട്ടിക്കണത്? എന്നാ ഞാൻ കേൾപ്പിച്ചുതരാം. മുജാഹിദിന്റെ വലിയ ആലിമുൽ അല്ലാമന്റെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചുതരാം. അതൊന്ന് വെച്ചുകൊടുത്ത ആദ്യം, എന്നിട്ട് പറയാം ബാക്കി. നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിലല്ല, റമദാനിലാണ്.
മുഹമ്മദ് നബിയായത് കണ്ടോ ഒന്നുകൂടി വെച്ചുകൊടുത്ത തലക്കെന്ന് കേട്ടില്ലേ? ജനിച്ചതും എന്നല്ല റബീഉൽ അവ്വൽ റമളാനിലാണ്. വെച്ചുകൊടുക്ക. മുഹമ്മദ് നബി ജനിച്ച ദിനം ആ ജനിച്ചതും റബീഉൽ അവ്വലിലല്ല, റമളാനിലാണ്. നബി ആയതും റമളാനിൽ തന്നെ. അങ്ങനെ പോവാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. മുഹമ്മദ് നബി ജനിച്ച ദിവസം ജനിച്ചത് അത് റബീഉൽ അവ്വൽ അല്ല, റമളാനിലാണ്. കേട്ടില്ല നിങ്ങൾ? മുജാഹിദിന്റെ അവസ്ഥയാണ്. മുജാഹിദ് പഠിപ്പിക്കുന്ന ചരിത്രമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുജാഹിദിന്റെ പ്രാചീന നേതാക്കൾ പറയുന്നത് എന്താ? റബീഉൽ അവ്വൽ മാസത്തിലാണ് റസൂൽ ജനിച്ചത്. ഞാൻ പറയാ, ഈ കെ എം മൗലവിയുടെ അൽ മുർഷിദ് പറയുന്നു, കേട്ടോളൂ. ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. ഏത് റബീഉൽ അവ്വൽ? ആരാ? റസൂൽ ജനിച്ച മാസാണ്. ഞാൻ എന്താ ഇയാളെ വിളിക്കേണ്ടത് എനിക്കറിയണില്ല. ഇയാള് പറയണതോ അത് റമളാനിലാകുന്നു. നോക്കണം നിങ്ങൾ ഇവരെവിടെ എത്തി. എന്നിട്ട് പറയുന്നത് എന്താ? അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിങ്ങളെല്ലാരും ആ മാസത്തെ കൊണ്ടാടുകയാണ്. കെ എം മൗലവി, കെ മൗലവി എഴുതുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. വല്ല മുജാഹിദ് കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നിങ്ങളൊക്കെ അത് ആഘോഷിക്കണം എന്ന് പ്രാചീന നേതാവ് ഈ ഏടാകൂടം കേരളത്തിൽ ഉണ്ടാക്കിയ മൗലവിയ ഇയാള് പറയുന്ന കുട്ടികളെ ഇതൊക്കെ എല്ലാവരും കൊണ്ടാടേണ്ടതാകുന്നു. ഇയാള് പറയാ ജനിച്ചതന്നെ അന്നല്ല, നിങ്ങൾ എവിടുന്നാ വരുന്ന മൗലവി? ഊലമില ഫൈറ്റ്, നമ്മളമ്മിലല്ല. നോക്കണങ്ങള്. എന്നിട്ട് അവസാനം പറയുന്നത് കണ്ടോ, മൗലിദിന്റെ ദീർഘമായ ലേഖന, എന്റെ പ്രസക്ത ഭാഗ, മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്, ഒരു പുണ്യ സദസ് തന്നെയാണ്. മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ്സാണ്. പത്ത മൗലവിമാര് പറഞ്ഞെന്താ? അത് വിദ്യാർത്ഥാണ്, അനാചാരാണ്, നരകത്തിലേക്കാണ്, തൊട്ടുപോരുത്, അടുക്കരുത്, കാണരുത്. പുണ്യ സദസ്സാണ്. എന്നിട്ട് പറയുന്നത് കേട്ടോളൂ, അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. ഏത്? മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശറഫു മിൻഹു യാ. കണ്ടോ? അങ്ങനെ ചൊല്ലുന്ന മൗലിദിന്റെ മജ്ലിസ്, അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പൊ അതിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത മുജാഹിദുകളെ, നിങ്ങൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു എന്ന് ഞാൻ പറയല്ല, സ്ഥാപക പ്രാചീന നേതാക്കൾ എഴുതി വെച്ചിട്ടുള്ള അറബി മലയാളമാണ്. അൽ മുർഷിദാണിത്. ആർക്ക് വേണമെങ്കിലും നോക്കാം, ഉറപ്പുവരുത്താം. പക്ഷെ ഈ പ്രാചീന നേതാക്കൾ പഠിപ്പിച്ചതിനെയാണ് കുഴിച്ചു മൂടുന്നത്. ഇന്ന് റബീഉൽ അവ്വൽ മാസം വരുമ്പോ മുജാഹിദുകൾക്ക് വല്ലാത്ത വിഷമമാണ്, അല്ലേ? ദുഃഖം. ഇത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരാൾക്ക്. ആർക്കാന്നറിയോ? അതുകൂടി ഞാൻ പറയാ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഈ ലോകത്തേക്ക് ജന്മം കൊണ്ടപ്പോ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മലക്കുകൾ സ്വാഗതം ചെയ്തു. ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. മലക്കുകൾ ഒന്നാകെ സ്വാഗതം ചെയ്തു. അപ്പൊ കരഞ്ഞ ഒരാളുണ്ട്. ആരാത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ലിമൗലിദിഹി ഖദ് റന്ന ഇബ്ലീസു റന്നതൻ. ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ച് ഇബ്ലീസാണ് പൊട്ടിക്കരഞ്ഞത്. വിഷമിച്ച് കുലുങ്ങിക്കരഞ്ഞത് ആരാ? ഇബ്ലീസാണ്. ഫസുഹ്ഖല്ലഹു മാദാ യുഫീദു റനീനുഹു. അവൻ കരഞ്ഞിട്ട് എന്ത് കാര്യം? അവന്റെ കരച്ചിൽ കൊണ്ട് ഒരു നേട്ടവുമില്ല, പരാജയമല്ലാതെ. റഹ്മത്തിനെ തൊട്ട് വിദൂരത്തായ ഇബ്ലീസ്, ആ ഇബ്ലീസിനെ പിൻപറ്റിയിട്ടാണ് ഓന്റെ അനുയായികൾ റബീഉൽ അവ്വൽ മാസം വരുമ്പോ കടന്നിട്ട് ഇങ്ങനെ കെട്ടിത്തിരിച്ചിടും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള കണ്ണും മുഖമൊക്കെ ആകാനുള്ള കാരണം അതുകൊണ്ടാണ്. അത് നമ്മൾ ഇനം തിരിച്ചു മനസ്സിലാക്കണം. ഇതൊക്കെ മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന കാര്യമാണ്. പ്രാചീന വഹാബികൾ മുമ്പ് ചെയ്തിരുന്നു. ചെയ്ത കഥ ഇവിടെ വേറുണ്ട്.
റബീഉൽ അവ്വൽ 12-ന് മൗലൂദ് ഓതിയിട്ട് ഓല മദ്രസ ഉദ്ഘാടനം ചെയ്ത കഥ എന്റെ കയ്യിലുണ്ട്. ഇവിടെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. അന്നൊക്കെ മുജാഹിദിന്റെ സുന്നത്താ, അന്നൊക്കെ പുണ്യകർമ്മ, അന്നൊക്കെ അത് വലിയ തൗഫീഖും ബറക്കത്തുള്ളതാ. പിന്നെ എന്നേ മുജാഹിദ് ആഫീസിലേക്ക് ജിബ്രീൽ വന്നത്? നിങ്ങൾ ചിന്തിക്കി. ഇത് ശിർക്കാണ്, ബിദ്അത്താണ്, അനാചാരാണെന്ന് പറഞ്ഞിട്ട് മുജാഹിദിന്റെ ആഫീസിലേക്ക് ജിബ്രീൽ എത്ര വട്ടം വന്നു? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? മുജാഹിദ് മറുപടി പറയേണ്ടതല്ലേ? ഇതൊന്നും അവർക്ക് അറിയണ്ട. അവരിങ്ങനെ വന്നിട്ട് അങ്ങനെ ഒതുപ്പുറത്ത് പറയാനുള്ളത് അങ്ങനെ പറയും. ആ ജാതി ഒന്നും ഇനി ഉത്ബുദ്ധരായ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ നടക്കുകയില്ല എന്ന കാര്യവും കൂടി ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു.